നമസ്കാരം. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഒരു രസകരവും സാഹസികവുമായ കഥയാണ്. കടൽ കൊള്ളക്കാരോടൊപ്പം ഒരു ഒറ്റപ്പെട്ട നിധിദ്വീപിലേക്ക് നിധിക്കായി നടത്തുന്ന അത്ഭുതകരമായ യാത്ര. ട്രഷർ ഐലൻഡ് എന്ന ലോകപ്രശസ്തമായ നിധിദ്വീപിന്റെ രഹസ്യങ്ങളിലേക്ക് നമ്മൾ ഒരുമിച്ച് പോവാം. കടലിരമ്പുന്ന കഥകൾ കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമാണോ? നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്നും തിരമാലകൾ ഇന്നും നമ്മുടെ തീരങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ചില കഥകളുണ്ട്. ദിക്കറിയാത്ത യാത്രകളും ഒറ്റക്കാലൻ കൊള്ളക്കാരും എല്ലിൻകൂടുകൾ അടയാളമിട്ട നിധിദ്വീപുകളും നിറഞ്ഞ ഒരു കാലം. അങ്ങനെ ഒരു കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ പഴയ നാവികന്റെ ചുളിവ് വീണ മുഖത്തും ഉപ്പുകാറ്റേറ്റ ഓരോ സത്രത്തിന്റെ ചുമരുകളിലും പതിഞ്ഞുകിടക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ റോബർട്ട് ലൂയി സ്റ്റീവൻസൺ എന്നൊരാൾ തന്റെ ഭാവനയിൽ കണ്ട ഒരു ഭൂപടത്തിൽ നിന്നാണ് അങ്ങനെയൊരു കഥയ്ക്ക് ജീവൻ നൽകിയത്. പക്ഷേ അതൊരു ഭാവന മാത്രമായിരുന്നില്ല, മറിച്ച് അക്കാലത്തെ നാവികരുടെ പേടിസ്വപ്നങ്ങളിലും അവരുടെ രഹസ്യ സംഭാഷണങ്ങളിലും ജീവിച്ചിരുന്ന യാഥാർത്ഥ്യങ്ങളുടെ ഒരു നേർക്കാഴ്ച കൂടിയായിരുന്നു. കടലിന്റെ ആഴങ്ങളിൽ മറഞ്ഞുപോയ നിധികളെക്കുറിച്ചും അത് തേടിപ്പോയവരുടെ ഭ്രാന്തമായ ആഗ്രഹങ്ങളെക്കുറിച്ചുമുള്ള ഒരു കഥ. ഇന്ന് നമ്മൾ ആ പഴയ ഭൂപടം നിവർത്തി ജിം ഹോക്കിൻസ് എന്നൊരു കുട്ടിയുടെ കണ്ണുകളിലൂടെ ആ നിഗൂഢമായ ലോകത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഇംഗ്ലണ്ടിലെ ഒരു പഴയ സത്രത്തിന്റെ വാതിൽ തുറന്ന് കയ്യിലൊരു കടൽപ്പെട്ടിയുമായി കയറിവന്ന ഒരു നാവികനിലാണ് ആ കഥ തുടങ്ങുന്നത്. അയാളുടെ വരവോടെ ജിമ്മിന്റെ ജീവിതം മാത്രമല്ല, ചരിത്രത്തിന്റെ ഒരു ഏടു തന്നെ മാറിമറിയുകയായിരുന്നു. ആ സത്രത്തിന്റെ അരണ്ട വെളിച്ചത്തിലേക്ക്, ആ പഴയ കടൽക്കഥയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് മെല്ലെ, വളരെ മെല്ലെ ചെവിയോർക്കാം. 18-ാം നൂറ്റാണ്ടിന്റെ പകുതിയിലായിരുന്നു ആ കഥയുടെ തുടക്കം. ഇംഗ്ലണ്ടിന്റെ തീരത്തുള്ള ബ്രിസ്റ്റോൾ ചാനലിന് സമീപം അഡ്മിറൽ ബെൻബോ എന്ന പേരുള്ള ഒരു പഴയ സത്രം. കറുത്തിരുന്ന മലഞ്ചെരിവിനോട് ചേർന്ന് ആരും ശ്രദ്ധിക്കാതെ നിൽക്കുന്നവരിടം. സത്രത്തിനു മുന്നിലെ വഴിയിലൂടെ വല്ലപ്പോഴും കടന്നുപോകുന്ന കുതിരവണ്ടികളുടെ ശബ്ദമൊഴിച്ചാൽ അവിടെ ആകെയുള്ളത് കടലിന്റെ ഇരമ്പലാണ്. താഴെ കറുത്ത പാറക്കൂട്ടങ്ങളിൽ തിരമാലകൾ ആഞ്ഞടിച്ച് ചിതറുമ്പോൾ ഉപ്പുകാറ്റ് ആ സത്രത്തിന്റെ പഴകിയ മരച്ചുവരുകളെ തഴുകി കടന്നുപോകും. ആ കാറ്റിൽ സത്രത്തിന്റെ പേരെഴുതിയ തുരുമ്പിച്ച ബോർഡ് ഒരു പ്രത്യേക താളത്തിൽ ഞരങ്ങിക്കൊണ്ടേയിരിക്കും. രാത്രിയുടെ നിശബ്ദതയിൽ ആ ശബ്ദം കേൾക്കുന്നതുപോലും ഒരുപക്ഷേ ഒരു നേരിയ ഭയമുള്ളിയുണ്ടാക്കിയേക്കാം. ഈ സത്രം നടത്തിയിരുന്നത് ജിം ഹോക്കിൻസ് എന്ന ബാലന്റെ അച്ഛനായിരുന്നു. ജിമ്മിനും അവന്റെ അമ്മയ്ക്കും അതൊരു ലോകം തന്നെയായിരുന്നു. പുറം ലോകവുമായി അവർക്ക് വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. സത്രത്തിൽ വല്ലപ്പോഴും എത്തുന്ന യാത്രക്കാരും അടുത്തുള്ള ഗ്രാമത്തിലെ ചില ആളുകളും മാത്രമായിരുന്നു അവരുടെ പരിചയക്കാർ. ആ തീരവും ആകാശവും പിന്നെ ദൂരെ ചക്രവാളത്തിൽ നീങ്ങുന്ന പൈക്കപ്പലുകളും കണ്ടാണ് ജിം വളർന്നത്. ഓരോ കപ്പൽ കാണുമ്പോഴും അവനോർക്കും, അതെങ്ങോട്ടായിരിക്കും പോകുന്നത്, അതിലുള്ള മനുഷ്യർ എങ്ങനെയുള്ളവരായിരിക്കും. ചിലപ്പോൾ അവൻ സ്വയം സങ്കൽപ്പിക്കും, ആ കപ്പലിലൊന്നിൽ താനും ഒരു യാത്രക്കാരനായി മാറുന്നത്. അങ്ങനെയിരിക്കെ ഒരു തണുത്ത പ്രഭാതത്തിലാണ് ആ പഴയ നാവികൻ അഡ്മിറൽ ബെൻബോയിലേക്ക് കയറിവരുന്നത്. അതൊരു സാധാരണ വരവായിരുന്നില്ല. ജിമ്മിന്റെ ഓർമ്മയിൽ ആ ദിവസം ഇന്നും മായാതെ നിൽക്കുന്നുണ്ട്. കയ്യിലൊരു വലിയ മരപ്പെട്ടി ഒരു ഉന്തുവണ്ടിയിൽ വെച്ച് അയാൾ ആ കുന്നുകയറി വരുന്നത് ജിം ദൂരെ നിന്നേ കണ്ടിരുന്നു. അയാളുടെ വേഷം വിചിത്രമായിരുന്നു. നീലനിറത്തിലുള്ള നിറം മങ്ങിയ ഒരു പഴയ കോട്ട്. അതിന്റെ പല ഭാഗങ്ങളിലും കീറിയിട്ടുണ്ട്. ഉപ്പുവെള്ളവും ടാറും പുരണ്ട് അതിന്റെ യഥാർത്ഥ നിറം പോലും തിരിച്ചറിയാനാവില്ലായിരുന്നു. കയ്യിലൊരു വാൾ തൂങ്ങിക്കിടക്കുന്നു. അയാളുടെ മുഖം, അതായിരുന്നു ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒന്ന്. ചെമ്പൻ നിറമുള്ള ആ മുഖത്ത് കവിളിലൂടെ നീളത്തിൽ ഒരു വെളുത്ത പാടുണ്ട്. പഴയൊരു വാൾമുറിവിന്റെ അടയാളം. കണ്ടാലറിയാം, ഒരുപാട് കൊടുങ്കാറ്റുകളെയും പോരാട്ടങ്ങളെയും അതിജീവിച്ച ഒരാളാണെന്ന്. സത്രത്തിന്റെ വാതിൽ തള്ളിത്തുറന്ന് അയാൾ അകത്തേക്ക് വന്നു. എന്നിട്ട് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ആ നോട്ടം അത്ര പന്തിയല്ലെന്ന് ജിമ്മിന്റെ അച്ഛന് തോന്നിയിരുന്നു. പുറത്തെ കടലിരമ്പലിനേക്കാൾ വലിയൊരു ശബ്ദത്തിൽ അയാൾ പാടാൻ തുടങ്ങി. 15 പേർ മരിച്ചവന്റെ പെട്ടിമേലെ യോ ഹോ ഹോ, കൂടെയൊരു കുപ്പി റമ്മും. ആ പഴയ നാവികപ്പാട്ട് സത്രത്തിന്റെ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ആ ശബ്ദത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടായിരുന്നു. അതൊരു സന്തോഷത്തിന്റെ പാട്ടായിരുന്നില്ല, മറിച്ച് ഭ്രാന്തമായ എന്തോ ഒന്നിന്റെ ഓർമ്മപ്പെടുത്തൽ പോലെയായിരുന്നു. അയാൾ ജിമ്മിന്റെ അച്ഛനോട് പരുക്കൻ സ്വരത്തിൽ ചോദിച്ചു, ഇതൊരു ശാന്തമായ ഇടമാണോ? അധികം ആളുകൾ വരാറുണ്ടോ ഇവിടെ? അച്ഛൻ പറഞ്ഞു, ഇല്ല,
വളരെ കുറച്ചാളുകൾ മാത്രം. അത് കേട്ട് അയാളൊന്ന് ചിരിച്ചു. എങ്കിലെനിക്കിവിടം ഇഷ്ടമായി. ഞാൻ കുറച്ചുകാലം ഇവിടെ തങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ട് 3-4 സ്വർണ്ണ നാണയങ്ങൾ മേശപ്പുറത്തേക്ക് എറിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, ഇതെന്റെ വാടകയാണ്. ഇത് തീരുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. ആ നാണയങ്ങളുടെ തിളക്കം കണ്ട് ജിമ്മിന്റെ അച്ഛൻ അത്ഭുതപ്പെട്ടു. അത്രയും പണം അവർ ഒരുമിച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അയാൾ സ്വയം പരിചയപ്പെടുത്തിയില്ല. എല്ലാവരും അയാളെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചാൽ മതിയെന്ന് മാത്രം പറഞ്ഞു. അയാളുടെ ആ വലിയ പെട്ടി മുകളിലെ ഒരു മുറിയിലേക്കെത്തിക്കാൻ ജിമ്മിന്റെ അച്ഛന് സഹായിച്ചു. അതിനു വല്ലാത്ത ഭാരമുണ്ടായിരുന്നു. അതിനുള്ളിൽ എന്തായിരിക്കും? ജിം ഓർത്തു. ചിലപ്പോൾ ഒരുപാട് സ്വർണമായിരിക്കാം, അല്ലെങ്കിൽ ഭീകരമായ എന്തെങ്കിലും രഹസ്യങ്ങളായിരിക്കാം. ക്യാപ്റ്റൻ ദിവസങ്ങളോളം ആ സത്രത്തിൽ തന്നെ കഴിഞ്ഞു. പകൽ സമയങ്ങളിൽ അയാൾ കയ്യിൽ ഒരു ദൂരദർശിനിയുമായി തീരത്തുകൂടി നടക്കും. എന്നിട്ട് ദൂരെ കടലിലേക്ക് തന്നെ നോക്കിയിരിക്കും. എന്തോ ഒന്നിനെ തിരയുന്നതുപോലെ, അല്ലെങ്കിൽ എന്തോ ഒന്നിനെ ഭയക്കുന്നതുപോലെ. ഓരോ തവണ ചക്രവാളത്തിൽ ഒരു പായ്ക്കപ്പൽ കാണുമ്പോഴും അയാളുടെ മുഖം വലിഞ്ഞു മുറുകും. എന്നിട്ട് ദൂരദർശിനിയിലൂടെ അതിലേക്ക് സൂക്ഷിച്ചു നോക്കും. അതൊരു സാധാരണ കച്ചവടക്കപ്പലാണെന്ന് കാണുമ്പോൾ മാത്രമാണ് അയാൾക്ക് സമാധാനമാവുക. ഓരോ മാസവും ആദ്യത്തെ ദിവസം ക്യാപ്റ്റൻ ജിമ്മിന് ഒരു വെള്ളി നാണയം കൊടുക്കും. എന്നിട്ട് അവനോട് പറയും, ജിം, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. കടലിലൂടെ സഞ്ചരിക്കുന്ന ഒറ്റക്കാലുള്ളൊരു നാവികനെ നീ എങ്ങാനും കാണുകയാണെങ്കിൽ ഉടൻ തന്നെ എന്നെ അറിയിക്കണം. അവനെ സൂക്ഷിക്കണം. ഒറ്റക്കാലുള്ള നാവികനോ? ജിം അത്ഭുതപ്പെട്ടു. ആരാണയാൾ? എന്തിനാണ് ക്യാപ്റ്റൻ അയാളെ ഇത്രയധികം ഭയക്കുന്നത്? രാത്രികാലങ്ങളിൽ ജിം പലപ്പോഴും അയാളെ സ്വപ്നം കണ്ടു. ചിലപ്പോൾ ആ ഒറ്റക്കാലൻ ഒരു ഭീകരരൂപിയായി കടലിൽ നിന്ന് കയറിവരും. മറ്റു ചിലപ്പോൾ അയാൾ 1000 കാലുകളുള്ളൊരു ഭീകരജീവിയായി മാറും. ജിമ്മിന്റെ കുഞ്ഞു മനസ്സിൽ ക്യാപ്റ്റൻ വിതച്ച ഭയം അത്രത്തോളം വലുതായിരുന്നു. ക്യാപ്റ്റന്റെ സാന്നിധ്യം സത്രത്തിനൊരു തരത്തിൽ ഗുണമായിരുന്നു. അയാളുടെ കഥകൾ കേൾക്കാൻ ഗ്രാമത്തിലുള്ളവർ വൈകുന്നേരങ്ങളിൽ അവിടെ ഒത്തുകൂടും. അയാൾ കുടിക്കുന്ന റമ്മിന്റെ ലഹരിയിൽ പഴയ കടൽക്കഥകൾ വിളമ്പും. തൂക്കുമരങ്ങളെക്കുറിച്ചും കൊടുങ്കാറ്റുകളെക്കുറിച്ചും കാരിബിയൻ ദ്വീപുകളിലെ ഭീകരന്മാരായ സ്പാനിഷുകാരെക്കുറിച്ചുമെല്ലാം അയാൾ വാതോരാതെ സംസാരിക്കും. ആ കഥകൾ കേട്ട് ആളുകൾ പേടിച്ചു വിറച്ചിരിക്കും. എന്നാൽ ആരും അയാളോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. കാരണം അയാൾ എപ്പോഴും ദേഷ്യത്തിലായിരുന്നു. ആരെങ്കിലും തന്നോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ തന്റെ പാട്ടിന് തടസ്സമുണ്ടാക്കുകയോ ചെയ്താൽ അയാൾ മേശപ്പുറത്ത് വാളുകൊണ്ട് ആഞ്ഞുവെട്ടും. എന്നിട്ട് ഭീകരമായി അലറും. അതോടെ എല്ലാവരും നിശബ്ദരാവും. ഡോക്ടർ ലീവ്സി, ആ നാട്ടിലെ ഡോക്ടറും ജഡ്ജിയുമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇടയ്ക്ക് ജിമ്മിന്റെ അസുഖബാധിതനായ അച്ഛനെ കാണാൻ വരുമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം വന്നപ്പോൾ ക്യാപ്റ്റൻ പതിവുപോലെ റമ്മും കുടിച്ച് ഭീകരമായ പാട്ടുകൾ പാടുകയായിരുന്നു. ഡോക്ടർ ലീവ്സി ശാന്തനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ക്യാപ്റ്റന്റെ അരികിലേക്ക് ചെന്നു. മിസ്റ്റർ, നിങ്ങൾ ഈ പാട്ട് നിർത്തിയില്ലെങ്കിൽ ഒരാളിവിടെ മരിച്ചു വീഴും. അത് നിങ്ങളായിരിക്കും. ക്യാപ്റ്റൻ ലഹരിയിൽ ചുവന്ന കണ്ണുകളോടെ ഡോക്ടറെ നോക്കി. എന്നിട്ട് കൈയിലിരുന്ന കത്തി വലിച്ചൂരി മേശപ്പുറത്തു വെച്ചു. നീ ആരാടാ എന്നോട് കൽപ്പിക്കാൻ? ഡോക്ടർ ലിവ്സി ഒട്ടും പതറിയില്ല. അദ്ദേഹം ശാന്തമായി പറഞ്ഞു, ഞാനിവിടുത്തെ മജിസ്ട്രേറ്റാണ്. ഒന്നുകിൽ നിങ്ങൾ ഈ കത്തി താഴെ വെച്ച് മര്യാദയ്ക്കിരിക്കുക, അല്ലെങ്കിൽ അടുത്ത തൂക്കുമരത്തിൽ നിങ്ങളായിരിക്കും കിടന്നാടുക. ആ വാക്കുകളിലെ ഗൗരവം ക്യാപ്റ്റന് മനസ്സിലായി. ഡോക്ടറുടെ കണ്ണുകളിലേക്ക് അയാൾ കുറച്ചുനേരം തുറിച്ചുനോക്കി. പിന്നെ പതുക്കെ കത്തി താഴെ വെച്ചു. അന്ന് ആദ്യമായിട്ടായിരുന്നു ക്യാപ്റ്റൻ ഒരാളുടെ മുന്നിൽ അടങ്ങുന്നത്. ആ സംഭവശേഷം അയാൾ കുറച്ചു ദിവസത്തേക്ക് ശാന്തനായിരുന്നു. എന്നാൽ അവന്റെ ഭയം മാത്രം മാറിയില്ല. ഒറ്റക്കാലുള്ള നാവികനെക്കുറിച്ചുള്ള ചിന്ത അയാളെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു. അയാൾ വരുന്നതും കാത്ത് ഓരോ ദിവസവും അയാൾ കടലിലേക്ക് നോക്കിയിരുന്നു. ജിമ്മിനറിയാമായിരുന്നു എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയാണെന്ന്. ആ സത്രത്തിന്റെ ശാന്തതയെ തകർക്കുന്ന ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന്. കാലം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. ജിമ്മിന്റെ അച്ഛന്റെ അസുഖം കൂടിവന്നു. അദ്ദേഹത്തിന്റെ ജീവിതം മെല്ലെ മെല്ലെ അവസാനിക്കുകയാണെന്ന് ഡോക്ടർ ലിവ്സി സൂചന നൽകിയിരുന്നു. സത്രത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ജിമ്മിന്റെ അമ്മയും അവനും ചേർന്നായിരുന്നു. ആ ദുരിതങ്ങൾക്കിടയിലും ക്യാപ്റ്റൻ ഒരു ഭാരമായി തുടർന്നു. അയാൾ കൊടുക്കാനുള്ള പണം മാസങ്ങളായി മുടങ്ങിയിരുന്നു. ചോദിക്കാൻ പോയാൽ അയാൾ ഭീകരമായി നോക്കുകയുള്ളൂ. ആ നോട്ടത്തിൽ തന്നെ അമ്മ പേടിച്ചു പിന്മാറും. അങ്ങനെയിരിക്കെ ഒരു മഞ്ഞുകാലത്ത്
ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് സത്രത്തിലേക്ക് മറ്റൊരാൾ കൂടി കടന്നുവന്നു. അയാൾക്ക് വിളറിയ മുഖമായിരുന്നു. ഇടതുകൈയിൽ 3 വിരലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ വേഷവും ഒരു നാവികന്റേതായിരുന്നു. അയാൾ ജിമ്മിനോട് ചോദിച്ചു, "ഈ മേശ എന്റെ കൂട്ടുകാരൻ ബില്ലിനു വേണ്ടിയുള്ളതാണോ?" ജിം പറഞ്ഞു, "ഇവിടെ ബിൽ എന്നു പേരുള്ള ആരുമില്ല. ഇവിടെ താമസിക്കുന്നയാളെ ഞങ്ങൾ ക്യാപ്റ്റൻ എന്നാണ് വിളിക്കുന്നത്." "അങ്ങനെയാണോ?" അയാൾ ചിരിച്ചു. "എങ്കിൽ അവന്റെ കവിളിൽ ഒരു വെട്ടുപാടുണ്ടോ?" ജിം മറുപടി നൽകി. "ഉണ്ട്." "എങ്കിൽ അത് അവൻ തന്നെ, എന്റെ പഴയ ചങ്ങാതി ബില്ലി ബോൺസ്." അയാൾ ജിമ്മിനോട് വാതിലിന്റെ അരികിൽ ഒളിച്ചു നിൽക്കാൻ പറഞ്ഞു. ക്യാപ്റ്റൻ വരുമ്പോൾ തനിക്കൊരു സൂചന നൽകണമെന്നും ആവശ്യപ്പെട്ടു. ജിമ്മിനെന്തോ പന്തികേട് തോന്നി. ഇവനും ക്യാപ്റ്റൻ ഭയന്നിരുന്ന ആളുകളിൽ ഒരാളാണോ? പക്ഷെ ഇവൻ ഒറ്റക്കാലില്ലല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ തീരത്തുനിന്നും തിരിച്ചുവന്നു. വാതിലിൽ നിന്ന് നേരെ തങ്ങളിരിക്കുന്ന മേശയുടെ അടുത്തേക്ക് നടന്നു. അയാൾ പുതിയ ആളെ കണ്ടില്ല. "ബിൽ!" പുതിയയാൾ വിളിച്ചു. ക്യാപ്റ്റൻ ഒരു നിമിഷം നിശ്ചലനായി. ആ വിളി കേട്ട് അയാൾ ഞെട്ടിത്തിരിഞ്ഞു. അയാളുടെ മുഖത്തെ രക്തമെല്ലാം വാർന്നുപോയതുപോലെ വിളറി വെളുത്തു. ഒരു പ്രേതത്തെ കണ്ടതുപോലെ അയാൾ ആ മനുഷ്യനെ തുറിച്ചുനോക്കി. "കറുത്ത നായ." "അതെ, ഞാൻ തന്നെ. നിന്നെ കാണാൻ വന്നതാണ് ബില്ലി." കറുത്ത നായ എന്ന് വിളിക്കപ്പെട്ട ആ മനുഷ്യൻ ചിരിച്ചു. "നമ്മൾ ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്." ക്യാപ്റ്റൻ പതുക്കെയിരുന്നു. അയാളുടെ ശ്വാസം വിലങ്ങുന്നതുപോലെ തോന്നി. "നീ എന്താ ഇവിടെ?" "നിന്നെ കാണാൻ. പഴയ ചങ്ങാതിമാരെല്ലാം നിന്നെ അന്വേഷിക്കുന്നുണ്ട്. നിനക്ക് കിട്ടിയ പങ്ക് അവർക്കെല്ലാം വേണം. ഫ്ലിന്റ് ക്യാപ്റ്റന്റെ പഴയ പെട്ടിയെവിടെ?" ആ സംഭാഷണം അവർ രണ്ടുപേരും ശബ്ദം താഴ്ത്തിയാണ് നടത്തിയത്. ജിമ്മിനൊന്നും വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് അതൊരു സൗഹൃദ സംഭാഷണമല്ലെന്ന് അവന് മനസ്സിലായി. പെട്ടെന്ന് അവിടെ ഒരു ബഹളം കേട്ടു. മേശകളും കസേരകളും മറിഞ്ഞു വീഴുന്ന ശബ്ദം. പിന്നെ വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതിന്റെ ഭീകരമായ ഒച്ച. ജിം പേടിച്ചൊരു മേശയുടെ അടിയിലൊളിച്ചു. രണ്ടുപേരും ഭ്രാന്തമായി പോരാടുകയായിരുന്നു. കറുത്ത നായയുടെ തോളിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിമറഞ്ഞു. ക്യാപ്റ്റൻ അവനെ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും അയാൾ പെട്ടെന്ന് നിലത്തേക്ക് വീണു. അയാളുടെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. മുഖം നീലിച്ചിരുന്നു. അപ്പോഴേക്കും ജിമ്മിന്റെ അമ്മ ഓടിവന്നു. ഡോക്ടർ ലിവ്സിയെ വിളിക്കാൻ ജിം ഓടി. ഡോക്ടർ വന്ന് ക്യാപ്റ്റനെ പരിശോധിച്ചു. അതൊരു ഹൃദയാഘാതത്തിന്റെ ലക്ഷണമായിരുന്നു. ഡോക്ടർ അയാളുടെ കയ്യിൽ നിന്ന് അല്പം രക്തമൊഴുക്കിക്കളഞ്ഞു. അത് അക്കാലത്തെ ഒരു ചികിത്സാരീതിയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റന് ബോധം വന്നു. "ജിം," അയാൾ ക്ഷീണിച്ച സ്വരത്തിൽ വിളിച്ചു, "ഒരു ഗ്ലാസ് റം." ഡോക്ടർ അത് വിലക്കി. "ഇനി ഒരു തുള്ളി റം കുടിച്ചാൽ നിങ്ങൾ മരിക്കും. നിങ്ങൾ ഒരാഴ്ചയെങ്കിലും അനങ്ങാതെ കിടക്കണം." ഡോക്ടർ പോയ ശേഷം ക്യാപ്റ്റൻ ജിമ്മിനെ വീണ്ടും അടുത്തേക്ക് വിളിച്ചു. "ജിം, എനിക്കൊരു ഗ്ലാസ് റം കൊണ്ടുവാ. അവർ വരുന്നുണ്ട്. കറുത്ത മായ ഒറ്റയ്ക്കല്ല. അവർക്ക് കറുത്ത അടയാളം കിട്ടിയിട്ടുണ്ട്. രാത്രി 8 മണിക്ക് മുൻപ് അവർ വരും. എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം." കറുത്ത അടയാളം, ബ്ലാക്ക് സ്പോട്ട്. ആ വാക്കുകേട്ട് ജിം ഭയന്നു. അതെന്തായിരിക്കും? ക്യാപ്റ്റന്റെ കഥകളിൽ പലപ്പോഴും കടന്നുവന്നിരുന്ന ഒന്നായിരുന്നു അത്. കൊള്ളക്കാർക്കിടയിലെ ഒരു മരണ വാറണ്ടാളതെന്നവൻ അറിയാമായിരുന്നു. അത് കിട്ടുന്നയാൾ അധികനാൾ ജീവിച്ചിരിക്കില്ല. ജിമ്മിനെന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. അച്ഛൻ മുകളിലെ മുറിയിൽ മരണത്തോട് മല്ലടിക്കുകയാണ്. താഴെ ഈ മനുഷ്യനും. അമ്മയാണെങ്കിൽ പേടിച്ചു വിറച്ചിരിക്കുകയാണ്. എങ്കിലും അവൻ ക്യാപ്റ്റൻ ഒരു ഗ്ലാസ് റം കൊടുത്തു. അത് വാങ്ങി കുടിച്ച ഉടനെ അയാൾ വീണ്ടും നിലത്തേക്ക് വീണു. ഇത്തവണ അയാൾ എഴുന്നേറ്റില്ല. അഡ്മിറൽ ബെൻബോയ് എന്ന പഴയ സത്രത്തിൽ ജിമ്മിന്റെ കാതുകളിൽ കടലിരമ്പം മുഴങ്ങുന്നതിനിടയിൽ ആ പഴയ നാവികൻ കണ്ണുകൾ അടച്ചു. അയാളുടെ ജീവിതം അവസാനിച്ചിരുന്നു. പക്ഷേ അയാൾ തുടങ്ങിവെച്ച ആ ഭീകരമായ കഥ അവിടം കൊണ്ട് തീർന്നില്ല. അത് തുടങ്ങുകയായിരുന്നു. യഥാർത്ഥ ഭീകരതകൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നിമിഷം, ഈ കഥയുടെ ആഴങ്ങളിലേക്ക് തിരികെ പോകും മുൻപ് 2 കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. നിങ്ങൾ എവിടെയിരുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഒരുപക്ഷേ കേരളത്തിലെ ശാന്തമായ ഒരു രാത്രിയിലാവാം, അല്ലെങ്കിൽ തിരക്കിട്ട ഒരു പ്രവാസ ജീവിതത്തിനിടയിലെ ഒരു ഇടവേളയിലാവാം. നിങ്ങൾ എവിടെയാണെന്നും ഇപ്പോഴത്തെ സമയം എത്രയാണെന്നും ഒരു കമന്റായി രേഖപ്പെടുത്താമോ? നമ്മുടെ ഈ കഥകൾ എവിടെയൊക്കെയാണ് എത്തുന്നതെന്നറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. ക്യാപ്റ്റന്റെ മരണം ആ സത്രത്തിൽ ഒരു നിശബ്ദത നിറച്ചു.
ജിമ്മും അമ്മയും ആ മൃതദേഹത്തിനരികെ നിന്നു. പുറത്ത് മഞ്ഞുകാറ്റ് ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു. എന്തു ചെയ്യണമെന്നോ ആരോട് സഹായം ചോദിക്കണമെന്നോ അവർക്കറിയില്ലായിരുന്നു. ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി ആളുകളെ കൂട്ടിവരാൻ അമ്മ ജിമ്മിനോട് പറഞ്ഞു. എന്നാൽ ഗ്രാമവാസികൾക്ക് ക്യാപ്റ്റനെ പേടിയായിരുന്നു. അയാളുടെ കൂട്ടുകാർ തിരിച്ചുവരുമെന്ന് ഭയന്ന് ആരും സഹായത്തിനു വരാൻ തയ്യാറായില്ല. ക്യാപ്റ്റൻ ഫ്ലിൻറ്റിന്റെ പഴയ കൂട്ടുകാരെക്കുറിച്ച് അവർക്കെല്ലാം അറിയാമായിരുന്നു. അവരെല്ലാം ക്രൂരന്മാരും ദയയില്ലാത്തവരുമായിരുന്നു. അവർ നിങ്ങളെ ഒന്നും ചെയ്യില്ല, നിങ്ങളൊരു സ്ത്രീയും കുട്ടിയുമല്ലേ എന്നു പറഞ്ഞു. പക്ഷെ ആ വാക്കുകളിൽ ഒട്ടും ആത്മാർത്ഥതയുണ്ടായിരുന്നില്ല. നിരാശരായി ജിമ്മും അമ്മയും സത്രത്തിലേക്ക് മടങ്ങി. നമുക്ക് കിട്ടാനുള്ള പണം ആ പെട്ടിയിൽ കാണും. അവർ വരുന്നതിന് മുൻപ് അതെടുത്ത് നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം. എന്റെ അച്ഛനു വേണ്ടി അയാൾ തരാനുള്ള പണം എനിക്ക് വേണം. ഒരെണ്ണം കൂടുതലുമില്ല, ഒരെണ്ണം കുറവുമില്ല. അതൊരു ധൈര്യമുള്ള തീരുമാനമായിരുന്നു. അവർ മുകളിലെ മുറിയിലേക്ക് പോയി. താക്കോൽ ക്യാപ്റ്റന്റെ കഴുത്തിൽ നിന്നെടുത്തു. ജിമ്മിന്റെ കൈകൾ വിറച്ചുകൊണ്ടിരുന്നു. അവൻ ആ താക്കോൽ കൊണ്ട് പെട്ടി തുറന്നു. പെട്ടിക്കുള്ളിൽ നല്ല ഭംഗിയുള്ള ഒരു പുതിയ സ്യൂട്ടുണ്ടായിരുന്നു. അതിനടിയിൽ പലതരത്തിലുള്ള വസ്തുക്കളായിരുന്നു. ഒരു പഴയ ക്വാഡ്രന്റ്, ഒരു ടിൻ പാനീയം, കുറച്ച് പുകയില, 2 മനോഹരമായ പിസ്റ്റളുകൾ. പെട്ടിയുടെ ഒരു മൂലയിൽ തുണികൊണ്ടു പൊതിഞ്ഞ ഒരു കിഴിയുണ്ടായിരുന്നു. അതിൽ പല രാജ്യങ്ങളിലെ നാണയങ്ങൾ നിറച്ചിരുന്നു. അതിനടിയിൽ എണ്ണക്കടലാസിൽ പൊതിഞ്ഞ മറ്റെന്തോ ഒന്ന്. അമ്മ ആ കിഴിയിൽ നിന്ന് പണം എണ്ണിയെടുക്കാൻ തുടങ്ങി. ഓരോ രാജ്യത്തെയും നാണയങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതവരുടെ ജോലി കൂടുതൽ ദുഷ്കരമാക്കി. വേഗമമ്മേ, ജിം പറഞ്ഞു. എനിക്കവരുടെ കാലൊച്ചകൾ കേൾക്കുന്നതുപോലെ തോന്നുന്നു. ഞാൻ എനിക്ക് അവകാശപ്പെട്ടത് മാത്രമേ എടുക്കൂ. അമ്മ ശാഠ്യം പിടിച്ചു. പെട്ടെന്നാണ് ദൂരെ നിന്നൊരു ശബ്ദം കേട്ടത്. ഒരു വിസിൽ. പിന്നെ മറ്റൊന്ന്. അവർ വരുകയാണ്. ഇനി എണ്ണാൻ സമയമില്ല, ഇത് മുഴുവൻ എടുക്കാം, ജിം പറഞ്ഞു. ഇല്ല, അമ്മ പറഞ്ഞു. അത് സത്യസന്ധമല്ലാത്ത പ്രവൃത്തിയാണ്. അവർ കയ്യിൽ കിട്ടിയ കുറച്ച് നാണയങ്ങളുമായി എഴുന്നേറ്റു. ജിം ആ എണ്ണക്കടലാസ് പൊതി കയ്യിലെടുത്തു. അതെന്താണെന്ന് അവൻ അറിയില്ലായിരുന്നു. പക്ഷെ അതാണ് അവരന്വേഷിക്കുന്നതെന്ന് അവനൊരു തോന്നലുണ്ടായി. അവനത് തന്റെ കോട്ടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു. അവർ താഴേക്ക് ഓടി. സത്രത്തിന്റെ വാതിൽ തുറന്ന് പുറത്തെ ഇരുക്കിലേക്കിറങ്ങി. പാലത്തിനടിയിൽ അവർ ഒളിച്ചിരുന്നു. തണുത്ത വെള്ളം അവരുടെ കാലുകളെ മരവിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ആളുകൾ കുന്നുകയറി വരുന്നത് അവർ കണ്ടു. 7 or 8 പേരുണ്ടാകും. അവർക്കിടയിൽ ഒരാൾ ഒരു വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് കാഴ്ചയില്ലായിരുന്നു. നീണ്ടൊരു വടി മുന്നോട്ട് നീട്ടി വഴി കണ്ടുപിടിച്ചാണ് അയാൾ നടന്നിരുന്നത്. അതൊരു ഭയാനകമായ കാഴ്ചയായിരുന്നു. പിയൂ, കൂട്ടത്തിലൊരാൾ വിളിച്ചു. ഇവിടെ തന്നെ. അന്ധനായ ആ മനുഷ്യന്റെ പേര് പിയൂ എന്നായിരുന്നു. അയാളായിരുന്നു അവരുടെ നേതാവ്. അയാൾ സത്രത്തിന്റെ വാതിൽ ആഞ്ഞു കയറി. ബില്ലിനെ കണ്ടുപിടിക്കേ, അയാൾ അലറി. കൊള്ളക്കാർ സത്രത്തിനകത്തേക്ക് ഇരച്ചു കയറി. അവർ മുകളിലെ മുറിയിലേക്ക് ഓടി. അവൻ മരിച്ചു കിടക്കുന്നു, ഒരാൾ വിളിച്ചു പറഞ്ഞു. പെട്ടി തുറക്ക്, പിയു ആജ്ഞാപിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ താഴേക്ക് വന്നു. പെട്ടിയിലൊന്നുമില്ല, ഫ്ലിന്റിന്റെ സാധനം ആരോ എടുത്തിരിക്കുന്നു. അത് ജിം ഹോക്കിൻസ് ആയിരിക്കും, പിയു അലറി. അവനെയും അവന്റെ അമ്മയെയും കണ്ടുപിടിക്കേ, അവർ ഈ പരിസരത്ത് തന്നെ ഉണ്ടാകും. ആ ഭൂപടം എനിക്ക് വേണം. ഭൂപടമോ? അപ്പോൾ തന്റെ കയ്യിലുള്ളതൊരു ഭൂപടമാണെന്ന് ജിമ്മിന് മനസ്സിലായി. ഒരു നിധി ഭൂപടം. ക്യാപ്റ്റൻ ഫ്ലിന്റിന്റെ കുപ്രസിദ്ധമായ നിധി ഒളിപ്പിച്ചുവെച്ച ദ്വീപിന്റെ ഭൂപടം. കൊള്ളക്കാർ സത്രത്തിൽ നിന്നും പുറത്തിറങ്ങി അവരെ തിരയാൻ തുടങ്ങി. ജിമ്മും അമ്മയും ശ്വാസമടക്കി പിടിച്ച് പാലത്തിനടിയിൽ അനങ്ങാതെയിരുന്നു. അവരുടെ ഹൃദയം പെരുമ്പര കൊട്ടുകയായിരുന്നു. പെട്ടെന്ന് ദൂരം നിന്നൊരു കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേട്ടു. കസ്റ്റംസ് ഓഫീസർമാർ വരുന്നതായിരുന്നു അത്. ആരോ അവരെ വിവരമറിയിച്ചിരുന്നു. കുതിരകളുടെ ശബ്ദം കേട്ട കൊള്ളക്കാർ പരിഭ്രാന്തരായി. ഓടി രക്ഷപ്പെട്, അവർ പരസ്പരം വിളിച്ചു പറഞ്ഞു. അവർ പല വഴിക്കും ചിതറിയോടി. എന്നാൽ അന്ധനായ പിയുവിന് ഓടാൻ കഴിഞ്ഞില്ല. അയാൾ റോഡിന്റെ നടുവിൽ നിന്ന് നിസ്സഹായനായി അലറി. ജോണി, കറുത്ത നായ, നിങ്ങളെന്നെ ഉപേക്ഷിച്ചു പോവുകയാണോ? ആരും അവനെ സഹായിച്ചില്ല. അടുത്ത നിമിഷം പാഞ്ഞുവന്ന ഒരു കുതിരയുടെ അടിയിൽപ്പെട്ട് പിയു നിലത്തേക്ക് വീണു. ആ ഭീകരനായ മനുഷ്യന്റെ ജീവിതം ആ വഴിയരികിൽ അവസാനിച്ചു. കസ്റ്റംസ് ഓഫീസർമാർ എത്തിയപ്പോഴേക്കും കൊള്ളക്കാർ ഓടിമറിഞ്ഞിരുന്നു. സത്രം ആകെ അലങ്കോലമായി കിടന്നു. ജിമ്മും അമ്മയും സുരക്ഷിതരായിരുന്നു. അന്ന് രാത്രി ജിം ഡോക്ടർ ലിവ്സിയുടെ വീട്ടിലേക്ക് പോയി. അവന്റെ കയ്യിൽ ആ എണ്ണക്കടലാസ് പൊതിയുണ്ടായിരുന്നു. ആ നാട്ടിലെ ഏറ്റവും ധനികനായ സ്ക്വയർ ട്രിലോണിയും അവിടെ ഉണ്ടായിരുന്നു. എന്റെ കയ്യിലൊരു സാധനമുണ്ട്, ജിം പറഞ്ഞു. എന്നിട്ട് ആ പൊതി ഡോക്ടർക്ക് നൽകി. ഡോക്ടർ ലിവ്സി അത് ആകാംക്ഷയോടെ തുറന്നു.
അതൊരു പുസ്തകവും പിന്നെ മടക്കിവെച്ച ഒരു ഭൂപടവുമായിരുന്നു. പുസ്തകത്തിൽ ക്യാപ്റ്റൻ ഫ്ലിന്റിന്റെ കണക്കുകളായിരുന്നു, ഓരോ തവണ കൊള്ളയടിക്കുമ്പോഴും കിട്ടുന്ന പങ്കിന്റെ വിവരങ്ങൾ. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം ആ ഭൂപടത്തിനായിരുന്നു. അതൊരു ദ്വീപിന്റെ ഭൂപടമായിരുന്നു. അതിൽ പല സ്ഥലങ്ങളും അടയാളപ്പെടുത്തിയിരുന്നു. സ്കെലറ്റൻ ഐലൻഡ് എന്ന് അതിന് പേര് നൽകിയിരുന്നു. ദ്വീപിന്റെ നടുവിലായി ചുവന്ന മഷികൊണ്ട് 3 കുരിശടയാളങ്ങൾ. ഒന്നിന്റെ അരികിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നിധിയുടെ പ്രധാന ഭാഗം ഇവിടെ. അത് ക്യാപ്റ്റൻ ഫ്ലിന്റിന്റെ നിധി ഭൂപടം തന്നെയായിരുന്നു. വർഷങ്ങളായി നാവികർക്കിടയിൽ ഒരു കെട്ടുകഥയായി പ്രചരിച്ചിരുന്ന ആ നിധി യഥാർത്ഥത്തിൽ വുജൂദിലുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. സ്ക്വയർ ട്രിലോണി ആവേശത്താൽ തുള്ളിച്ചാടി. ലിവ്സി, നമ്മൾ ബ്രിസ്റ്റോളിലേക്ക് പോകുന്നു. ഞാൻ നാളെ തന്നെ ഒരു കപ്പൽ സംഘടിപ്പിക്കും. നമ്മൾ ആ നിധി തേടിപ്പോകുന്നു. ജിം ഹോക്കിൻസ് നമ്മുടെ കൂടെ ക്യാബിൻ ബോയായും വരും. ഡോക്ടർ ലിവ്സി അയാളെ ശാന്തനാക്കാൻ ശ്രമിച്ചു. ട്രിലോണി, നിങ്ങൾ വായടച്ചുവെക്കണം. ഈ വിവരം പുറത്തറിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളുണ്ടാകും. നമുക്കൊരു നല്ല കപ്പിത്താനെയും വിശ്വസ്തരായ നാവികരെയും വേണം. വിശ്വസ്തരായ നാവികരോ? സ്ക്വയർ ചിരിച്ചു. അതൊക്കെ ഞാൻ ഏർപ്പാടാക്കാം. അങ്ങനെ ആ നിമിഷം ഒരു വലിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. ജിം ഹോക്കിൻസ് എന്ന സാധാരണക്കാരനായൊരു ബാലൻ താൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു സാഹസിക യാത്രയുടെ ഭാഗമാവുകയായിരുന്നു. പക്ഷേ ആ യാത്രയിൽ അവരെ കാത്തിരുന്നത് നിധി മാത്രമല്ലെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ചതിയും വഞ്ചനയും മരണവും നിറഞ്ഞ ഒരു ലോകത്തേക്കാണ് അവർ കാലെടുത്തു വയ്ക്കുന്നത് എന്നാരും ഓർത്തില്ല. ഒറ്റക്കാലുള്ള നാവികന്റെ നിഴൽ അപ്പോഴും അവരെ പിന്തുടർന്നുണ്ടായിരുന്നു. ആ രാത്രി ഡോക്ടർ ലിവ്സിയുടെ വീട്ടിൽ ആരും ഉറങ്ങിയില്ല. ഭൂപടം അവരുടെ മുന്നിൽ ഒരു വാഗ്ദാനം പോലെ നിവർന്നു കിടന്നു. സ്ക്വയർ ട്രിലോണി ആവേശഭരിതനായി മുറിയിലൂടെ നടന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭാവനയിൽ സ്വർണ്ണനാണയങ്ങൾ നിറഞ്ഞ പെട്ടികളും വിലപിടിപ്പുള്ള രത്നങ്ങളും മിന്നിമറയുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അദ്ദേഹം ബ്രിസ്റ്റോളിലേക്ക് പോകാനായി തയ്യാറെടുത്തു. ജിം ആകട്ടെ തന്റെ ജീവിതം മാറിമറിയാൻ പോകുന്ന ആ നിമിഷത്തെക്കുറിച്ചോർത്ത് അത്ഭുതപ്പെട്ടു. ഇന്നലെ വരെ അഡ്മിറൽ ബെൻബോ എന്ന സത്രത്തിന്റെ ഇടുങ്ങിയ ലോകത്ത് ജീവിച്ചിരുന്ന താൻ നാളെ ഒരു നിധി തേടി കടൽ കടക്കാൻ പോകുന്നു. അതവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർ ലിവ്സി മാത്രം ശാന്തനായിരുന്നു. അദ്ദേഹം സ്ക്വയറിനോട് വീണ്ടും വീണ്ടും പറഞ്ഞു, ട്രിലോണി, ദയവായി സൂക്ഷിക്കുക. ബ്രിസ്റ്റോളിൽ ചെന്ന് ഞാനൊരു നിധി തേടി പോകുകയാണ് എന്ന് വിളിച്ചു പറയരുത്. ഈ ലോകത്ത് പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കുന്ന മനുഷ്യരുണ്ട്. വിശ്വസ്തരായ ആളുകളെ മാത്രം തിരഞ്ഞെടുക്കുക. അതെല്ലാം ഞാൻ നോക്കിക്കോളാം, സ്ക്വയർ ഉറപ്പു നൽകി. അടുത്ത കുറച്ച് ദിവസങ്ങൾ ജിം ഹോക്കിൻസ് ഡോക്ടർ ലിവ്സിയുടെ വീട്ടിലാണ് കഴിഞ്ഞത്. അവന്റെ അമ്മയ്ക്ക് ആവശ്യമായ പണവും സത്രം നോക്കി നടത്താൻ ഒരു സഹായിയെയും ഏർപ്പാടാക്കിയിരുന്നു. എങ്കിലും അമ്മയെ വിട്ടുപിരിയുന്നതിൽ അവന് ദുഃഖമുണ്ടായിരുന്നു. പോകുന്നതിനു മുൻപ് അവൻ അഡ്മിറൽ ബെൻബോയിലേക്ക് അവസാനമായി ഒന്നുകൂടി പോയി. ആ പഴയ സത്രം അവൻ ഒരുപാട് ഓർമ്മകൾ നൽകിയിരുന്നു. ക്യാപ്റ്റന്റെ വരവും കറുത്ത നായയുടെ ആക്രമണവും പിയുവിന്റെ ഭീകരമായ രൂപവുമെല്ലാം അവന്റെ മനസ്സിലൂടെ ഒരു തരശീലയിലെന്ന പോലെ കടന്നുപോയി. ഇനി താൻ തിരികെ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇവിടെ സംഭവിക്കുക? അവൻ ഓർത്തു. അധികം വൈകാതെ ബ്രിസ്റ്റോളിൽ നിന്നും സ്ക്വയർ ട്രിലോണിയുടെ കത്തുവന്നു. ഡോക്ടർ ലിവ്സിയോടും ജിമ്മിനോടും ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അത്. കത്തിലെ ഓരോ വാക്കും ആവേശത്താൽ തുടിക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ലിവ്സി, നമ്മുടെ യാത്രയ്ക്ക് വേണ്ടതെല്ലാം ഞാനിവിടെ ഒരുക്കിയിരിക്കുന്നു. ഹിസ്പാനിയോള എന്നു പേരുള്ള മനോഹരമായൊരു കപ്പൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. 200 ടൺ ഭാരമുള്ള ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരു കപ്പൽ. നമ്മുടെ യാത്രയുടെ യഥാർത്ഥ ഉദ്ദേശം ഞാൻ ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വിശ്വസ്തനായ ഒരു പാചകക്കാരനെ കണ്ടെത്താൻ ഞാൻ അല്പം ബുദ്ധിമുട്ടി. അങ്ങനെയിരിക്കെയാണ് ഞാൻ ലോങ് ജോൺ സിൽവറിനെ കണ്ടുമുട്ടിയത്. അയാൾക്കവിടെ സ്പൈഗ്ലാസ് എന്ന പേരിൽ ഒരു മദ്യശാലയുണ്ട്. ഒരു പഴയ നാവികനാണ്. യുദ്ധത്തിലൊരു കാൽ നഷ്ടപ്പെട്ടയാൾ. അവനൊരു നല്ല മനുഷ്യനാണ്. നമ്മുടെ കപ്പലിലെ പാചകക്കാരനായി വരാമെന്ന് അവൻ സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല, വിശ്വസ്തനായ കുറച്ചു നാവികരെ സംഘടിപ്പിക്കാമെന്നുമേറ്റു. നിങ്ങൾ ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് വരണം. കാറ്റിന്റെ ഗതി അനുകൂലമായാൽ ഉടൻ നമുക്ക് യാത്ര തിരിക്കാം എന്ന് നിങ്ങളുടെ ജോൺ ട്രിലോണി. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ലിവ്സിയുടെ മുഖം അത്ര സന്തോഷകരമായിരുന്നില്ല. ട്രിലോണി ആ പട്ടണം മുഴുവൻ ഈ വാർത്ത അറിയിച്ചു കാണും. അദ്ദേഹം പിറുപിറുത്തു. ഒറ്റക്കാലുള്ളൊരു നാവികനെയോ? ആ ചോദ്യം ജിമ്മിന്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ പോലെ പതിച്ചു. ക്യാപ്റ്റൻ ഭയന്നിരുന്ന ആ ഒറ്റക്കാലൻ നാവികൻ, അത് ഇയാൾ തന്നെയാണോ? അതോ ഇതൊരു യാദൃഷ്ടികത മാത്രമാണോ? ജിമ്മിന്റെ മനസ്സിൽ വീണ്ടും ഭയത്തിന്റെ വിത്തുകൾ മുളപൊട്ടാൻ തുടങ്ങി. എങ്കിലും അവനത് പുറത്തു കാണിച്ചില്ല. അവർ ബ്രിസ്റ്റോളിലേക്ക് യാത്ര തിരിച്ചു. ബ്രിസ്റ്റോൾ വലിയൊരു നഗരമായിരുന്നു. തുറമുഖം നിറയെ
പല രാജ്യങ്ങളിൽ നിന്നുള്ള പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നു. പല ഭാഷകൾ സംസാരിക്കുന്ന നാവികരെക്കൊണ്ട് ആ തീരം നിറഞ്ഞിരുന്നു. ടാറിന്റെയും ഉപ്പുവെള്ളത്തിന്റെയും വിദേശ സുഗന്ധദ്രവ്യങ്ങളുടെയും ഗന്ധം ആ അന്തരീക്ഷത്തിൽ തങ്ങിനിന്നു. അവർ സ്ക്വയർ ട്രിലോണിയെ കണ്ടുമുട്ടി. ഒരു നാവികന്റെ വേഷത്തിൽ അദ്ദേഹം ആകെ ആവേശത്തിലായിരുന്നു. ലിവ്സി, ജിം, നിങ്ങൾ വന്നല്ലോ. വരൂ, ഞാൻ നിങ്ങൾക്ക് നമ്മുടെ കപ്പൽ കാണിച്ചു തരാം. അവർ തുറമുഖത്തിലൂടെ നടന്നു. ഹിസ്പാനിയോള അവിടെ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പായ്മരങ്ങൾ ആകാശത്തേക്കുയർന്നു നിന്നു. കപ്പലിന്റെ പണികൾ അവസാന ഘട്ടത്തിലായിരുന്നു. ക്യാപ്റ്റൻ സ്മോളറ്റ് എന്നൊരാളെയായിരുന്നു കപ്പലിന്റെ ക്യാപ്റ്റനായി നിയമിച്ചിരുന്നത്. അയാൾക്കൊരു ഗൗരവപ്രകൃതമായിരുന്നു. അയാൾക്ക് ഈ യാത്രയെക്കുറിച്ച് ചില സംശയങ്ങളുണ്ടായിരുന്നു. മിസ്റ്റർ ട്രിലോണി, ഈ യാത്രയുടെ ഉദ്ദേശം എന്താണെന്നെനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുത്ത നാവികർ അത്ര നല്ലവരാണെന്നെനിക്ക് തോന്നുന്നില്ല. അവർക്കിടയിൽ എന്തോ ഒരു രഹസ്യമുള്ളതുപോലെ. സ്ക്വയർ ട്രിലോണി അത് ചിരിച്ചു തള്ളി. നിങ്ങൾ വെറുതെ സംശയിക്കുകയാണ് സ്മോളറ്റ്. അവരെല്ലാം സിൽവർ കണ്ടെത്തിയ നല്ലവരായ നാവികരാണ്. അപ്പോഴാണ് ജിമ്മിന് ആ ദൗത്യം കിട്ടുന്നത്. സ്ക്വയർ ട്രിലോണി ഒരു കത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ജിം, നീ സ്പൈ ഗ്ലാസ് എന്ന സത്രം വരെ ഒന്ന് പോകണം. എന്നിട്ട് ഈ കത്ത് അവിടെയുള്ള ലോങ് ജോൺ സിൽവറിന് കൊടുക്കണം. ജിമ്മിന്റെ ഹൃദയം പെരുമ്പര കൊട്ടാൻ തുടങ്ങി. താൻ ഭയന്നിരുന്ന ആ ഒറ്റക്കാലനെ കാണാൻ പോകുകയാണ്. അവൻ ധൈര്യം സംഭരിച്ച് ആ സത്രം ലക്ഷ്യമാക്കി നടന്നു. അതൊരു ബഹളം നിറഞ്ഞ സ്ഥലമായിരുന്നു. നാവികരുടെ പാട്ടും ചിരിയും അട്ടഹാസങ്ങളും അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. വാതിൽ തുറന്നകത്തേക്ക് കയറിയപ്പോൾ ഒരു നിമിഷം അവൻ നിന്നുപോയി. അവിടെ കൗണ്ടറിനപ്പുറം ചിരിച്ചുകൊണ്ടൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഉയരമുള്ള ശക്തനായ ഒരു മനുഷ്യൻ. അയാളുടെ മുഖത്ത് ബുദ്ധിയും നർമ്മബോധവും ഒരുപോലെ പ്രകടമായിരുന്നു. പക്ഷേ അയാളുടെ ഇടതുകാൽ മുട്ടിനു താഴെ ഉണ്ടായിരുന്നില്ല. പകരം ഒരു മരക്കാലിലൂന്നിയാണ് അയാൾ നിന്നിരുന്നത്. ഇതാണോ താൻ ഭയന്ന ആ ഭീകരൻ? ജിം സംശയിച്ചു. ഇയാളുടെ മുഖത്തൊരു ക്രൂരതയുമല്ലല്ലോ. ഇയാൾ ചിരിക്കുന്നത് എത്ര സൗഹൃദപരമായാണ്. ജിമ്മിന്റെ ഭയമെല്ലാം ആ ഒരു നിമിഷം കൊണ്ട് അലിഞ്ഞില്ലാതായി. എന്താ മോനെ വേണ്ടത്? സിൽവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ജിം കത്ത് അയാൾക്ക് നൽകി. കത്ത് വായിച്ച ഉടനെ സിൽവർ പറഞ്ഞു, ഓ, അപ്പോൾ നീയാണല്ലോ നമ്മുടെ പുതിയ ക്യാബിൻ ബോയ് ജിം ഹോക്കിൻസ്. നിന്നെ കണ്ടതിൽ സന്തോഷം. അയാൾ ജിമ്മിന്റെ തോളിൽ തട്ടി. അപ്പോഴാണ് ജിം അത് കണ്ടത്. സിൽവറിന്റെ തോളിൽ ഒരു തത്തയിരിക്കുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഫ്ലിന്റ് എന്നായിരുന്നു അതിന്റെ പേര്. പീസസ് ഓഫ് 8, പീസസ് ഓഫ് 8, തത്ത ചിലച്ചു. 8 തുട്ടുകൾ, 8 തുട്ടുകൾ. ആ പേരുകെട്ട് ജിം ഒന്ന് ഞെട്ടി. ക്യാപ്റ്റൻ ഫ്ലിന്റ്, പഴയ കൊള്ളക്കാരന്റെ പേര്. പക്ഷേ സിൽവറിന്റെ ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ അതൊരു യാദൃശ്ചികത മാത്രമായിരിക്കുമെന്ന് അവൻ സമാധാനിച്ചു. അവിടെയുണ്ടായിരുന്ന കറുത്ത നായയുടേതിന് സമാനമായ ഒരു രൂപം ജിമ്മിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ അയാൾ സിൽവറിനെ കണ്ടയുടനെ ഓടിമറഞ്ഞു. ജിമ്മി വിവരം സിൽവറിനോട് പറഞ്ഞപ്പോൾ സിൽവർ അത് കാര്യമാക്കിയില്ല. ഓഹ്, അവൻ കുറച്ച് പണം കടം തരാനുണ്ട്, അതുകൊണ്ടായിരിക്കും ഓടിപ്പോരത് എന്ന് പറഞ്ഞ് ചിരിച്ചു. സിൽവറിന്റെ പെരുമാറ്റം അത്രയേറെ സ്വാഭാവികമായിരുന്നു. അവന്റെ ഓരോ വാക്കും ജിം വിശ്വസിച്ചു. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാണ് സിൽവർ എന്ന് പോലും അവന് തോന്നിത്തുടങ്ങി. അങ്ങനെ ഹിസ്പാനിയോളയുടെ യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ക്യാപ്റ്റൻ സ്മോളറ്റിന്റെ എതിർപ്പുകളെ അവഗണിച്ച് സിൽവർ കൊണ്ടുവന്ന നാവികരെക്കൊണ്ട് ആ കപ്പൽ യാത്രയ്ക്ക് തയ്യാറെടുത്തു. ജിം ആവേശത്തിലായിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസിക യാത്ര ആരംഭിക്കാൻ പോകുന്നു. കടൽ അവനെ മാടി വിളിക്കുകയായിരുന്നു. നിധിദ്വീപിന്റെ ഭൂപടം അവന്റെ കോട്ടിന്റെ പോക്കറ്റിൽ ഭദ്രമായിരുന്നു. എന്നാൽ ആ കപ്പലിൽ അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നത് വിശ്വസ്തരായ നാവികർ മാത്രമല്ലായിരുന്നു, ചെന്നായ്ക്കൾ തന്നെയായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ലോങ് ജോൺ സിൽവർ എന്ന ഒറ്റക്കാലൻ നാവികന്റെ ചിരിക്കുന്ന മുഖത്തിനു പിന്നിൽ ഫ്ലിന്റിന്റെ പഴയ കൊള്ളസംഘം മുഴുവൻ ആ കപ്പലിലുണ്ടായിരുന്നു. കാറ്റ് പായ്മരങ്ങളിൽ നിറഞ്ഞു. ഹിസ്പാനിയോള ബ്രിസ്റ്റോൾ തുറമുഖം വിട്ട് അനന്തമായ സമുദ്രത്തിലേക്ക് മെല്ലെ നീങ്ങിത്തുടങ്ങി. ഒരു വലിയ ദുരന്തത്തിലേക്കാണ് ആ കപ്പൽ നീങ്ങുന്നതെന്ന് ആരും അറിഞ്ഞില്ല. തിരമാലകൾ ഒരു രഹസ്യം പോലെ ആ കപ്പലിനെ തഴുകി കടന്നുപോയി. ആ രഹസ്യം വൈകാതെ തന്നെ വെളിപ്പെടാനിരിക്കുകയായിരുന്നു. ഹിസ്പാനിയോള എന്ന ആ കപ്പൽ ഒരു വലിയ പക്ഷിയെപ്പോലെ ചിറക് വിരിച്ച് അനന്തമായ സമുദ്രത്തിലേക്ക് കുതിച്ചു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ ജിം ഹോക്കിൻസിന് ഒരു സ്വപ്നം പോലെയായിരുന്നു. അവന്റെ കാൽക്കീഴിൽ കപ്പലിന്റെ തൂത്തകം മെല്ലെ ഉലയുന്നു. തലയ്ക്കു മുകളിൽ അനന്തമായ നീലാകാശം.
ചുറ്റിലും ദൂരചക്രവാളത്തിൽ ആകാശവും കടലും ഒന്നിക്കുന്ന നേർത്ത വരയല്ലാതെ മറ്റൊന്നുമില്ല. ഓരോ പ്രഭാതത്തിലും സൂര്യൻ ഉദിച്ചുയരുന്നത് കടലിന്റെ മാറത്തു നിന്നാണ്. രാത്രിയിലാകട്ടെ ആകാശത്ത് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കും. ഓരോ നക്ഷത്രത്തിനും ഓരോ കഥ പറയാനുണ്ടാകുമെന്ന് അവന് തോന്നി. കപ്പലിലെ ജീവിതം അവൻ പെട്ടെന്ന് പഠിച്ചു. നാടികരുടെ ഭാഷ, അവരുടെ രീതികൾ, കപ്പലോട്ടത്തിന്റെ ബാലപാഠങ്ങൾ എല്ലാം അവന് പുതിയൊരു അറിവായിരുന്നു. ഈ യാത്രയിൽ അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ലോങ് ജോൺ സിൽവർ ആയിരുന്നു. ജിം കരുതിയതുപോലെ ഒരു ഭീകരനായിരുന്നില്ല അയാൾ, മറിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു. സിൽവർ അവനെ ഒരു മകനെപ്പോലെയാണ് കണ്ടത്. ജിം, എന്റെ മോനെ എന്ന് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അയാൾ അവനെ കടലിന്റെ കഥകൾ പഠിപ്പിച്ചു. ഓരോ നക്ഷത്രത്തെയും തിരിച്ചറിയാനും കാറ്റിന്റെ ഗതിയനുസരിച്ച് പായ്മരങ്ങൾ ക്രമീകരിക്കാനും അയാൾ അവനെ സഹായിച്ചു. സിൽവറിന്റെ പാചകക്കുര അഥവാ ഗാലിയായിരുന്നു കപ്പലിലെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലം. എല്ലാം വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ജിം അവിടെ ഇരിക്കുമ്പോൾ സിൽവർ പഴയ കടൽക്കഥകൾ പറയും. താൻ കണ്ട യുദ്ധങ്ങളെക്കുറിച്ചും പലതരം കപ്പലുകളെക്കുറിച്ചും വിചിത്രരായ മനുഷ്യരെക്കുറിച്ചുമെല്ലാം. ആ കഥകൾ കേട്ടിരിക്കാൻ ജിമ്മിന് വലിയ ഇഷ്ടമായിരുന്നു. സിൽവർ എത്ര നല്ലവനാണ്, ക്യാപ്റ്റൻ ഭയന്നത് വെറുതെ ആയിരിക്കുമെന്ന് അവൻ സ്വയം സമാധാനിച്ചു. എന്നാൽ കപ്പലിലെ എല്ലാവരും സിൽവറിനെപ്പോലെ സൗഹൃദമുള്ളവരായിരുന്നില്ല. ക്യാപ്റ്റൻ സ്മോളട്ട് എപ്പോഴും ഗൗരവത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഈ യാത്രയിലോ ഇതിലെ നാവികരെയോ ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അദ്ദേഹം സ്ക്വയർ ട്രിലോണിയോടും ഡോക്ടർ ലിവ്സിയോടും അദ്ദേഹത്തിന്റെ അതിർത്തി പലതവണ അറിയിച്ചു. ഈ കപ്പലിലെ ഓരോ നാവികനും നിങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം ട്രിലോണി. നിധിയെക്കുറിച്ചും ആ ദ്വീപിനെക്കുറിച്ചുമെല്ലാം അവർ പരസ്പരം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇതൊരു അപകടം പിടിച്ച യാത്രയാണ്. പക്ഷേ സ്ക്വയർ അതൊന്നും ചെവികൊണ്ടില്ല. അസൂയ സ്മോളറ്റ്, നിങ്ങൾക്ക് വെറും അസൂയയാണ് എന്നു പറഞ്ഞ് അദ്ദേഹം ആ സംഭാഷണം അവസാനിപ്പിക്കും. കപ്പലിലെ ഒന്നാം ഓഫീസറായ മിസ്റ്റർ ആരോയും ഒരു പ്രശ്നക്കാരനായിരുന്നു. അയാൾ എപ്പോഴും മദ്യപിച്ചാണ് നടന്നിരുന്നത്. നാവികരുടെ ഇടയിൽ അയാൾക്കൊരു വിലയുമുണ്ടായിരുന്നില്ല. ഒരു രാത്രി വലിയൊരു കൊടുങ്കാറ്റുണ്ടായപ്പോൾ മിസ്റ്റർ ആരോയെ കപ്പലിൽ നിന്നും കാണാതായി. അയാൾ കടലിൽ വീണുപോയതാണ് എല്ലാവരും കരുതിയത്. ആരും അയാളെക്കുറിച്ച് പിന്നീട് സംസാരിച്ചില്ല. അതോടെ നാവികരിൽ ഒരാളായ ഇസ്രയേൽ ഹാൻസിന് കപ്പലിന്റെ നിയന്ത്രണത്തിൽ കൂടുതൽ സ്വാധീനം ലഭിച്ചു. അയാൾ സിൽവറിന്റെ ഒരു പഴയ കൂട്ടുകാരനായിരുന്നു. യാത്ര മുന്നോട്ടു പോകുന്തോറും ജിമ്മിന് ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങി. സിൽവർ തെരഞ്ഞെടുത്ത നാവികരെല്ലാവരും ഒരുമിച്ചാണ് കൂടിയിരുന്നത്. അവർ കപ്പലിന്റെ മുൻഭാഗത്ത് കൂട്ടം കൂടി നിന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയും. ഏതെങ്കിലും ഓഫീസർമാർ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ സംസാരം നടത്തി നിഷ്കളങ്കമായി പാട്ടുപാടാൻ തുടങ്ങും. അവരുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു കൃത്രിമത്വമുള്ളതുപോലെ അവന് തോന്നി. ലോങ് ജോൺ സിൽവർ അവരോട് സംസാരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് തന്നോട് സംസാരിക്കുമ്പോഴുള്ള സ്നേഹം കാണാറില്ലായിരുന്നു. മറിച്ച് അതൊരു നേതാവിന്റെ ഗൗരവമായിരുന്നു. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. അവർ നിധിദ്വീപിനോട് അടുത്തുകൊണ്ടിരുന്നു. ഒരു രാത്രി കപ്പൽ ശാന്തമായ കടലിലൂടെ മെല്ലെ നീങ്ങുകയായിരുന്നു. അന്ന് രാത്രിത്തെ അത്താഴത്തിനു ശേഷം ജിമ്മിന് ഒരാപ്പിൾ കഴിക്കാൻ തോന്നി. കപ്പലിന്റെ തൂത്തകത്തിൽ നാവികർക്കായി ഒരു വലിയ വീപ്പ നിറയെ ആപ്പിൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആ വീപ്പയുടെ അടുത്തേട്ട് ചെന്നു. അതിലെ ആപ്പിളുകൾ മിക്കവാറും തീർന്നിരുന്നു. ഒരെണ്ണം കയ്യിലെടുക്കാനായി അവൻ ആ വീപ്പയ്ക്കുള്ളിലേക്ക് തന്നെ ഇറങ്ങേണ്ടി വന്നു. അകത്ത് നല്ല ഇരുട്ടായിരുന്നു. കപ്പലിന്റെ മെല്ലെയുള്ള ആട്ടവും വീപ്പയ്ക്കുള്ളിലെ ആപ്പിളിന്റെ മധുരമുള്ള ഗന്ധവും അവനൊരു മയക്കം നൽകി. അവൻ അവിടെ തന്നെ അല്പനേരം ഇരുന്നുപോയി. പെട്ടെന്നാണ് പുറത്തു ഭാരമുള്ള എന്തോ ഒന്ന് ആ വീപ്പയിൽ വന്നിടിച്ചത്. ആരോ അതിൽ ചാരിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയതായിരുന്നു. അത് ലോങ് ജോൺ സിൽവറിന്റെ ശബ്ദമായിരുന്നു. ജിം ശ്വാസമടക്കിപ്പിടിച്ച് അതിനുള്ളിൽ ഒളിച്ചു. ഫ്ലിന്റ് ധൈര്യശാലിയായിരുന്നു. പക്ഷെ അവൻ പണം മുഴുവൻ ധൂർത്തടിച്ചു. ഞാനായിരുന്നെങ്കിൽ ആ നിധി മുഴുവൻ ബാങ്കിലിട്ട് ഒരു പ്രഭുവിനെപ്പോലെ ജീവിക്കുമായിരുന്നു. അവന്റെ കൂടെ ഇസ്രയേൽ ഹാൻസും ഡിക്ക് എന്നൊരു ചെറുപ്പക്കാരനായ നാവികനുമുണ്ടായിരുന്നു. ഡിക്ക് ചോദിച്ചു, സിൽവർ, എപ്പോഴാണ് നമ്മൾ അവരെ തീർക്കുന്നത്? സിൽവർ ചിരിച്ചു, ഇപ്പോൾ വേണ്ട. ആ ദ്വീപിലെത്തിയ ശേഷം അവർ നിധി കണ്ടെത്തുന്നതുവരെ നമ്മൾ കാത്തിരിക്കണം. സ്ക്വയർ ട്രിലോണിയെയും ഡോക്ടറെയുമെല്ലാം നമുക്കാവശ്യമുണ്ട്. നിധി കപ്പലിൽ കയറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്കവരെ തീർക്കാം. ജിമ്മിന്റെ രക്തം തണിത്തുറഞ്ഞുപോയി. അവൻ കേൾക്കുന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ സ്നേഹിച്ചും ബഹുമാനിച്ചുമിരുന്ന സിൽവറായാണോ ഈ സംസാരിക്കുന്നത്? ഇസ്രയേൽ ഹാൻസ് ചോദിച്ചു. ക്യാപ്റ്റൻ സ്മോളറ്റിനെക്കൊണ്ട് എന്തു ചെയ്യും? അവൻ നമ്മളെ അത്ര പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ സമ്മതിക്കില്ല. അവനെ ഞാൻ നോക്കിക്കൊള്ളാം. ഈ യാത്ര കഴിഞ്ഞാൽ ഒന്നുകിൽ സ്മോളറ്റ് മരിക്കും, അല്ലെങ്കിൽ ലോങ് ജോൺ സിൽവർ. നമ്മൾ തിരികെ ബ്രിസ്റ്റോളിലേക്ക് പോകുമ്പോൾ ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ ഞാനായിരിക്കും. പഴയ ഫ്ലിന്റിന്റെ ആളുകളാണ് നമ്മളെല്ലാം. പിയുവും കരുത്ത നായയുമെല്ലാം എന്റെ കൂട്ടുകാരായിരുന്നു.
ആ നിധിയിൽ നമുക്കെല്ലാവർക്കും ഒരേ അവകാശമാണുള്ളത്. ട്രിലോണി ഒരു വിഡ്ഢിയാണ്. അവനെക്കൊണ്ട് ഈ കപ്പൽ ഇവിടെ വരെ എത്തിക്കുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് നടന്നു. അവൻ തുടർന്നു, നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം. സമയം വരുമ്പോൾ സ്ക്വയർ ട്രിലോണിയുടെ കഴുത്ത് ഞാൻ തന്നെയായിരിക്കും അറുക്കുക. ആ വാക്കുകൾ കേട്ട് ജിം കണ്ണുകൾ ഇറുക്കി അടച്ചു. അവന്റെ മനസ്സിൽ സിൽവറിന്റെ ചിരിക്കുന്ന മുഖം മാഞ്ഞുപോയി. പകരം ഒരു ക്രൂരനായ കൊള്ളക്കാരന്റെ ഭീകരരൂപം തെളിഞ്ഞുവന്നു. തോളിലിരുന്ന തത്ത ആ നിശബ്ദതയിൽ അലറി, പീസസ് ഓഫ് 8, പീസസ് ഓഫ് 8. ഇപ്പോൾ ആ ശബ്ദം ഒരു മരണത്തിന്റെ മണിനാദം പോലെയാണ് അവന് തോന്നിയത്. പെട്ടെന്ന് കപ്പലിന്റെ മുകൾ തട്ടിൽ നിന്നൊരാൾ വിളിച്ചു പറഞ്ഞു, കര കാണുന്നു, ലാൻഡ് ഹോ. സിൽവറും കൂട്ടാളികളും പെട്ടെന്ന് എഴുന്നേറ്റു. അവസാനം നമ്മൾ എത്തിയിരിക്കുന്നു, സിൽവർ പറഞ്ഞു. അവർ ആവേശത്തോടെ കപ്പലിന്റെ മുൻഭാഗത്തേക്ക് ഓടി. ആപ്പിൾ വീപ്പയ്ക്കുള്ളിൽ ജിം തനിച്ചായി. അവൻ പേടിച്ചു വിറയ്ക്കുകയായിരുന്നു. താനൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുന്നു. ഈ കപ്പൽ നിറയെ കൊള്ളക്കാരാണ്. ഡോക്ടറും സ്ക്വയറും ക്യാപ്റ്റൻ സ്മോളറ്റും ഉൾപ്പെടെ വിശ്വസ്തരായ 6-7 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 19 പേരും ഏതു നിമിഷവും ഞങ്ങളെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ചെന്നായ്ക്കളാണ്. തന്റെ കയ്യിലാണ് എല്ലാവരുടെയും ജീവൻ ഇരിക്കുന്നതെന്ന് അവനറിയാമായിരുന്നു. ഈ വിവരം എത്രയും പെട്ടെന്ന് ഡോക്ടർ ലിവ്സിയെ അറിയിക്കണം. കപ്പലിന്റെ മുകൾത്തട്ടിൽ നിന്നുള്ള ആ അലർച്ച ഒരു മണിനാദം പോലെ ആപ്പിൾ വീപ്പയ്ക്കുള്ളിലിരുന്ന ജിമ്മിന്റെ കാതുകളിൽ മുഴങ്ങി. അത് പ്രതീക്ഷയുടെയല്ല, മറിച്ച് ആസന്നമായൊരു ദുരന്തത്തിന്റെ സൂചനയായിരുന്നു. പുറത്ത് ലോങ് ജോൺ സിൽവറും കൂട്ടാളികളും ആവേശത്തോടെ എഴുന്നേറ്റ് ഓടുന്നത് അവനറിഞ്ഞു. അവരുടെ സംഭാഷണങ്ങളിലെ ക്രൂരത അവന്റെ സിരകളെ മരവിപ്പിച്ചിരുന്നു. താൻ ആരാധിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന സിൽവർ ഒരു കൊടും ചതിയനാണെന്ന തിരിച്ചറിവ് ഒരു കനൽ പോലെ അവന്റെ നെഞ്ചിനെ പൊള്ളിച്ചു. ഈ കപ്പലിൽ, ഈ അനന്തമായ കടലിന്റെ നടുവിൽ താനും തനിക്ക് പ്രിയപ്പെട്ടവരും ഒരു കൂട്ടം കൊള്ളക്കാരുടെ നടുവിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന സത്യം. അവൻ ആ വീപ്പയ്ക്കുള്ളിൽ പതുങ്ങിയിരുന്നു. ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു. ഈ വിവരം ഡോക്ടർ ലിവ്സിയെയും ക്യാപ്റ്റൻ സ്മോളറ്റിനെയും അറിയിച്ചേ മതിയാവൂ. പക്ഷെ എങ്ങനെ? പുറത്തിറങ്ങിയാൽ ഏതു നിമിഷവും സിൽവറിന്റെയോ കൂട്ടാളികളുടെയോ കണ്ണിൽപ്പെടാം. അവരുടെ സംശയം ജനിപ്പിക്കുന്ന ഒരു നോട്ടും മതി എല്ലാം അവസാനിക്കാൻ. കപ്പലിലെ നാവികരെല്ലാം ദ്വീപ് കാണാനുള്ള ആവേശത്തിൽ മുൻഭാഗത്ത് തടിച്ചുകൂടിയിരുന്നു. ആ ബഹളം അവനൊരവസരം നൽകി. അവൻ മെല്ലെ, ശബ്ദമുണ്ടാക്കാതെ വീപ്പയിൽ നിന്ന് പുറത്തിറങ്ങി. ഒരു നിഴലിനെപ്പോലെ തൂത്തകത്തിലെ വീപ്പുകൾക്കും കയറുകൾക്കും ഇടയിലൂടെ പതുങ്ങി അവൻ കപ്പലിന്റെ പിൻഭാഗത്തേക്ക് നീങ്ങി. ഓരോ കാൽവെപ്പും ഒരു യുഗം പോലെയാണ് അവന് തോന്നിയത്. പിന്നിൽ നിന്നൊരു വിളി വരുമോ എന്ന് അവൻ ഭയന്നു. ഒടുവിൽ അവൻ ക്യാപ്റ്റന്റെ ക്യാബിന് മുന്നിലെത്തി. വാതിൽ തുറന്നകത്തേക്ക് കടന്നതും ഡോക്ടർ ലിവ്സിയും സ്ക്വയർ ടില്ലോണിയും ക്യാപ്റ്റൻ സ്മോളറ്റും ഭൂപടം നിവർത്തിവെച്ച് അതിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവരുടെ മുഖങ്ങളിലും ആവേശമുണ്ടായിരുന്നു. ഡോക്ടർ! ജിം കിതച്ചുകൊണ്ട് വിളിച്ചു. അവന്റെ പരിഭ്രാന്തം കണ്ട് അവർ 3 പേരും ഞെട്ടി. എന്തുപറ്റി ജിം, നിന്റെ മുഖമെന്താ വിളറിയിരിക്കുന്നത്? ഡോക്ടർ ചോദിച്ചു. ജിം വാതിലടച്ച് താൻ കേട്ട കാര്യങ്ങളെല്ലാം ഒറ്റ ശ്വാസത്തിൽ അവരോട് പറഞ്ഞു. സിൽവറിന്റെ ഗൂഢാലോചന, പഴയ ഫ്ലിന്റിന്റെ ആളുകൾ, നിധി കൈക്കലാക്കിയ ശേഷം എല്ലാവരെയും കൊല്ലാനുള്ള അവരുടെ പദ്ധതി. ഓരോ വാക്ക് പുറത്തുവരുമ്പോഴും സ്ക്വയർ ടില്ലോണിയുടെ മുഖം വിളറി വെളുക്കുന്നതവൻ കണ്ടു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ സ്ക്വയർ ടില്ലോണി അടുത്തുള്ള കസേരയിലേക്ക് തളർന്നിരുന്നു. ദൈവമേ, ഞാനൊരു വിഡ്ഢി തന്നെ, അദ്ദേഹം ലജ്ജയോടെ പറഞ്ഞു. ലിവ്സി, സ്മോളറ്റ്, നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി. ഞാൻ നിങ്ങളെല്ലാവരെയും അപകടത്തിലാക്കി. എന്നാൽ ക്യാപ്റ്റൻ സ്മോളറ്റ് ഒട്ടും പതറിയില്ല. അയാളുടെ മുഖത്ത് ഭയമായിരുന്നില്ല, മറിച്ച് ഒരുതരം നിശ്ചയദാർഢ്യമായിരുന്നു. ഇപ്പോൾ വിലപിച്ചിരുന്നിട്ട് കാര്യമില്ല ട്രില്ലോണി. അപകടം നമ്മുടെ മുന്നിലുണ്ട്. നമ്മളതിനെ നേരിട്ടേ മതിയാവൂ. ഭാഗ്യത്തിന് ജിം കാരണം നമുക്ക് മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നു. ഡോക്ടർ ലിവ്സി ശാന്തനായി ചോദിച്ചു. നമ്മൾ എന്തു ചെയ്യണം ക്യാപ്റ്റൻ? നമ്മൾ വെറും 7 പേർ, അവരാണെങ്കിൽ 19, വിശ്വസ്തരായ വേലക്കാരെയും കൂട്ടി 7 പേർ. ക്യാപ്റ്റൻ സ്മോളറ്റ് ഒരു നിമിഷം ആലോചിച്ചു. നമുക്കവരോട് ഏറ്റുമുട്ടാൻ കഴിയില്ല. കപ്പൽ ഇപ്പോഴും അവരുടെ നിയന്ത്രണത്തിലാണ്. നമ്മളൊന്നും അറിഞ്ഞതായി ഭാവിക്കരുത്. അതാണ് ആദ്യത്തെ പടി. ജിം, നീയും സാധാരണ പോലെ പെരുമാറണം. സിൽവറിനോട് പഴയതുപോലെ തന്നെ ചിരിച്ച് സംസാരിക്കണം. അവനൊരു സംശയവും തോന്നരുത്. അദ്ദേഹം തുടർന്നു. അവർക്ക് ദ്വീപിലിറങ്ങാൻ തിടുക്കമായിരിക്കും. നമ്മളതിനവർക്ക് അനുവദിക്കണം. അവർ കരയിലിറങ്ങുമ്പോൾ കപ്പലിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ നമുക്കൊരവസരം കിട്ടിയേക്കും. അദ്ദേഹം മേശവല്ലിക്കിൽ നിന്ന് കുറച്ച് പിസ്റ്റളുകൾ എടുത്ത് ഡോക്ടർക്കും സ്ക്വയറിനും നൽകി. ഇത് കയ്യിൽ കരുതുക. എന്തിനും തയ്യാറായിരിക്കണം. അവരുടെ ആ രഹസ്യയോഗം അവസാനിച്ചു. ജിം പുറത്തിറങ്ങുമ്പോൾ അവന്റെ ഹൃദയം ഒരു ഭാരമുള്ള കല്ലുപോലെയായിരുന്നു. ഒരു നടനെപ്പോലെ അഭിനയിക്കാൻ അവൻ നിർബന്ധിതനായി. സിൽവറിനെ കണ്ടപ്പോൾ അവൻ പഴയതുപോലെ ചിരിക്കാൻ ശ്രമിച്ചു.
ദ്വീപ് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ സിൽവർ? അതെ മോനെ, ഇതൊരു ഭാഗ്യമുള്ള ദ്വീപാണ് നമുക്കെല്ലാവർക്കും. ആ വാക്കുകളിലെ ഗൂഢമായ അർത്ഥം ജിമ്മിന്റെ നെഞ്ചിൽ തറച്ചു. അന്ന് ഉച്ചതിരിഞ്ഞ് സിൽവർ ക്യാപ്റ്റൻ സ്മോളറ്റിന്റെ അടുത്തേക്ക് വന്നു. ക്യാപ്റ്റൻ, നാവികർക്ക് കരയിലിറങ്ങാൻ ആഗ്രഹമുണ്ട്. കുറച്ചുനേരം ശുദ്ധവായു ശ്വസിക്കാനൊരു അവസരം നൽകണം. ശരി, ക്യാപ്റ്റൻ സ്മോളറ്റ് സമ്മതിച്ചു. പക്ഷേ ആയുധങ്ങളൊന്നും കൊണ്ടുപോകരുതു. അതൊരു സമാധാനമുള്ള ദ്വീപാണ്. അതൊരു കെണിയായിരുന്നു. സിൽവറും കൂട്ടരും തങ്ങളുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ ആയുധങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്ന് ജിമ്മിന് അറിയാമായിരുന്നു. 2 ബോട്ടുകളിലായി 13 പേർ കരയിലേക്ക് പോകാൻ തയ്യാറായി. ബാക്കി 6 പേരെ കപ്പൽ കാക്കാനായി നിർത്തി. സ്ക്വയറും ഡോക്ടറും കപ്പലിൽ തന്നെ നിന്നു. ആദ്യത്തെ ബോട്ട് കരയിലേക്ക് നീങ്ങാൻ തുടങ്ങിയപ്പോൾ ജിമ്മിന്റെ മനസ്സിൽ പെട്ടെന്നൊരാശയം ഉദിച്ചു. എന്തിനാണെന്നറിയില്ല, അവനങ്ങനെ തോന്നി. അവൻ ആരുമറിയാതെ രണ്ടാമത്തെ ബോട്ടിൽ ചാടിക്കയറി അതിന്റെ മുൻഭാഗത്തൊരു പായ്ക്കടിയിൽ ഒളിച്ചിരുന്നു. കൊള്ളക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നേരിട്ടറിയണം. അവന്റെ ആ പ്രവൃത്തി ആരും തടഞ്ഞില്ല. ഡോക്ടർ അവനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കൊള്ളക്കാരിൽ സംശയം ജനിപ്പിക്കുമെന്ന് ഭയന്ന് അദ്ദേഹം പിന്മാറി. ബോട്ട് ദ്വീപിന് തീരത്തടുത്തു. കരയിലിറങ്ങിയതും ജിം അവരുടെ കണ്ണുവെട്ടിച്ച് അടുത്തുള്ള കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ദ്വീപ് കാഴ്ചയിൽ മനോഹരമായിരുന്നെങ്കിലും അതിനൊരു വിചിത്രമായ ഗന്ധമുണ്ടായിരുന്നു. അഴുകിയ ഇലകളുടെയും ചതുപ്പുനിലത്തിന്റെയും. അപരിചിതമായ പക്ഷികളുടെ ശബ്ദം കാടിന്റെ നിഗൂഢത കൂട്ടി. ജിം ഒരു മരക്കൂട്ടത്തിനിടയിൽ ഒളിച്ചിരുന്ന് സിൽവറിനെയും കൂട്ടരെയും നിരീക്ഷിച്ചു. അവർ കൂട്ടം കൂടി നിന്ന് എന്തൊക്കെയോ ഗൂഢമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് സിൽവർ ടോം എന്നൊരു നാവികനെ മാറ്റി നിർത്തി സംസാരിക്കുന്നത് ജിം കണ്ടത്. ടോം വിശ്വസ്തനായൊരു മനുഷ്യനായിരുന്നു. സിൽവർ അവനെ തങ്ങളുടെ പക്ഷത്തേക്ക് ക്ഷണിക്കുകയായിരുന്നു. ടോം, നീ ഞങ്ങളുടെ കൂടെ കൂടണം. ഈ നിധി നമുക്കെല്ലാവർക്കും തുല്യമായി വീതിച്ചെടുക്കാം. ടോം ദേഷ്യത്തോടെ പറഞ്ഞു. ഇല്ല സിൽവർ, നീയൊരു രാജ്യദ്രോഹിയാണ്. ഞാൻ ക്യാപ്റ്റൻ സ്മോളറ്റിന്റെ കൂടെ തന്നെ നിൽക്കും. ആ മറുപടി കേട്ടതും സിൽവറിന്റെ മുഖം മാറി. ആ ചിരിക്കുന്ന മുഖം അപ്രത്യക്ഷമായി. പകരം ഒരു പിശാചിന്റെ ക്രൗര്യം ആ മുഖത്ത് നിറഞ്ഞു. എങ്കിൽ നീ ഇനി ജീവിച്ചിരിക്കണ്ട, സിൽവർ അലറി. അടുത്ത നിമിഷം അയാൾ തന്റെ കക്ഷത്തിലിരുന്ന ഊന്നുവടി ഊരി ടോമിന്റെ നേരെ ആഞ്ഞെറിഞ്ഞു. അത് ടോമിന്റെ മുതുകിലിടിച്ച് അയാൾ നിലത്തു വീണു. ഓടിയെത്തിയ സിൽവർ തന്റെ അരയിലിരുന്ന കത്തി വലിച്ചൂരി ടോമിന്റെ നെഞ്ചിൽ ആഴത്തിൽ കുത്തിയിറക്കി 2 തവണ. ആ കാഴ്ച കണ്ട് ജിം മരവിച്ചുപോയി. അവന്റെ കൺമുന്നിലാണൊരു മനുഷ്യൻ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. ഭയം കൊണ്ടവന്റെ ശരീരം വിറച്ചു. ശബ്ദമുണ്ടാക്കാതെ അവൻ പിന്നോട്ടു നീങ്ങി. പിന്നെ തിരിഞ്ഞോടി. ജീവനുവേണ്ടിയുള്ളൊരോട്ടമായിരുന്നു അത്. കാട്ടിലെ വള്ളികളിൽ തട്ടി വീണും മരങ്ങളിൽ തട്ടിയും അവൻ ഓടി. പിന്നിൽ കൊള്ളക്കാരുടെ അലർച്ചകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. അവൻ ഓടി ഓടി കാടിന്റെ വളരെ ഉള്ളിലെത്തി. അവിടെ എത്തിയപ്പോൾ അവൻ തളർന്നു നിന്നു. താൻ എവിടെയാണെന്നോ ഇനി എങ്ങോട്ട് പോകണമെന്നോ അവൻ അറിയില്ലായിരുന്നു. ആ ദ്വീപിലവൻ ഒറ്റപ്പെട്ടുപോയിരുന്നു. അങ്ങനെ ഭയന്ന് വിറച്ചു നിൽക്കുമ്പോഴാണ് ആ ശബ്ദം അവൻ കേട്ടത്. ആരോ ഓടിവരുന്നതുപോലെ. ഒരു കൊള്ളക്കാരനായിരിക്കുമോ? അവനൊരു മരത്തിനു പിന്നിലൊളിച്ചു. അപ്പോഴാണ് ആ രൂപം അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അതൊരു മനുഷ്യരൂപമായിരുന്നില്ല. കീറിപ്പറിഞ്ഞ പായ്ത്തുണികൾ കൊണ്ട് ശരീരം മറച്ച, വെയിലേറ്റ് കരിവാളിച്ച തൊലിയുള്ള, ജടപിടിച്ച മുടിയും താടിയുമുള്ള ഒരു വിചിത്ര ജീവി. അയാളുടെ കണ്ണുകൾ ഒരു ഭ്രാന്തനെപ്പോലെ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ രൂപം ജിമ്മിനെ കണ്ടതും പെട്ടെന്ന് മുട്ടുകുത്തി നിന്ന് കൈകൂപ്പി. ദൈവത്തെ ഓർത്ത് എന്നോട് കരുണ കാണിക്കണേ, ഞാനൊരു പാവമാണ്. 3 കൊണ്ണമായി ഞാനൊരു ക്രിസ്ത്യാനിയെ കണ്ടിട്ട്. എനിക്കൊരു കഷ്ണം ചീസ് തരുവോ? ജിം അത്ഭുതത്തോടെയും ഭയത്തോടെയും ആ മനുഷ്യനെ നോക്കി നിന്നു. ആരാണിയാൾ? ഒരു പ്രേതമോ അതോ മനുഷ്യനോ? നീ ആരാണ്? ജിം വിറയലോടെ ചോദിച്ചു. ഞാൻ പാവം ബെൻഗൺ, ക്യാപ്റ്റൻ ഫ്ലിന്റിന്റെ കപ്പലിലുണ്ടായിരുന്ന ബെൻഗൺ. 3 വർഷം മുൻപ് അവരെന്നെ ഈ ദ്വീപിൽ ഉപേക്ഷിച്ചു പോയതാണ്. ബെൻഗൺ, ഫ്ലിന്റിന്റെ പഴയ കൂട്ടാളി. ജിം ഹോക്കിൻസിന്റെ പേടി സ്വപ്നമായ യാത്രയിൽ അപ്രതീക്ഷിതമായ ഒരു രക്ഷകൻ അവതരിക്കുകയായിരുന്നു. ആ നിമിഷം ആ വിജനമായ ദ്വീപിൽ കഥയുടെ ഗതിമാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയായിരുന്നു. ആ വിജനമായ ദ്വീപിൽ ആൾപെരുമാറ്റമില്ലാത്ത ആ കാടിന്റെ ഹൃദയത്തിൽ ജിം ഹോക്കിൻസ് ആ വിചിത്ര ജീവിയെ കണ്ട് ഒരു നിമിഷം സ്തബ്ധനായി നിന്നു. ഭയമായിരുന്നില്ല, മറിച്ച് ഒരുതരം അത്ഭുതമായിരുന്നു അവന്റെ മനസ്സിൽ. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ, ജടപിടിച്ച മുടി,
സൂര്യനേട്ട് കരിവാളിച്ച ശരീരം. ഒറ്റ നോട്ടത്തിൽ അതൊരു മനുഷ്യനാണെന്ന് പോലും പറയില്ല. എന്നാൽ മുട്ടുകുത്തി നിന്ന് കരുണയ്ക്കായി യാചിക്കുന്ന ആ രൂപത്തിൽ ഒരു നിസ്സഹായതയുണ്ടായിരുന്നു. ഞാൻ പാവം ബെൻ ഗൺ, അയാൾ വീണ്ടും പറഞ്ഞു. എന്നെ പേടിക്കരുത്, ഞാനൊരു മനുഷ്യനാണ്. ജിം മെല്ലെ ആശ്വാസം വീണ്ടെടുത്തു. നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? അവൻ ചോദിച്ചു. ബെൻഗൺ എഴുന്നേറ്റു. അയാളുടെ കണ്ണുകൾ അപ്പോഴും ഭയത്തോടെ ചുറ്റും പരത്തുന്നുണ്ടായിരുന്നു. അതൊരു വലിയ കഥയാണ് മോനെ. 3 വർഷം മുൻപ് ഒരു കപ്പൽ ഈ ദ്വീപിനടുത്തു വന്നിരുന്നു. ഫ്ലിന്റിന്റെ പഴയ കൂട്ടാളികളായിരുന്നു അതിൽ. ഞാനും ആ കപ്പലിലുണ്ടായിരുന്നു. ഈ ദ്വീപിലാണ് ഫ്ലിന്റ് തന്റെ നിധി കുഴിച്ചിട്ടതെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നമുക്കാ നിധി കണ്ടെത്താം, എനിക്കീ ദ്വീപ് അറിയാം. പക്ഷേ 12 ദിവസം ഞങ്ങൾ ഈ കാട് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ഒന്നും കണ്ടെത്താനായില്ല. അവർക്ക് ദേഷ്യം വന്നു. അവർ പറഞ്ഞു, നീ തന്നെ ഇവിടെ നിന്നാ നിധി കണ്ടെത്തിക്കോ എന്ന്. എന്നിട്ടവർ എന്നെ ഈ ദ്വീപിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. ഒരു തോക്കും ഒരു മൺവെട്ടിയും കുറച്ച് വെടിമരുന്നും മാത്രം തന്നിട്ട്. അയാളുടെ ശബ്ദം ഇടറിയിരുന്നു. 3 വർഷം മോനെ, 3 വർഷമായി ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ആടുകളെ വേട്ടയാടി, കക്കകൾ പെറുക്കി, അങ്ങനെയാണ് ഞാൻ ജീവൻ നിലനിർത്തിയത്. ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ, എന്നെങ്കിലും ഒരു കപ്പൽ ഇവിടേക്ക് വരുമെന്ന്. ഇപ്പോൾ നീ വന്നിരിക്കുന്നു. നീയാണോ ലോങ് ജോൺ സിൽവറിന്റെ കൂടെ വന്നത്? അതെ, ജിം പറഞ്ഞു. പക്ഷെ അവരൊരു ചതിയുടെ സംഘമാണ്. എനിക്കറിയാം, ബെൻഗൺ പറഞ്ഞു. സിൽവറിനെ എനിക്ക് നന്നായിട്ടറിയാം. ഫ്ലിന്റിന്റെ കപ്പലിലും അവനുമുണ്ടായിരുന്നു. ഒരു നല്ല മനുഷ്യനായിരുന്നില്ല അന്നും ഇന്നും. ബെൻഗൺ ജിമ്മിന്റെ കൈകളിൽ പിടിച്ചു. അയാളുടെ കണ്ണുകൾ പെട്ടെന്ന് തിളങ്ങി. പക്ഷേ മോനെ, ഞാനിപ്പോൾ ഒരു പണക്കാരനാണ്, വളരെ വലിയൊരു പണക്കാരൻ. ഞാനത് കണ്ടെത്തി. എന്ത് കണ്ടെത്തിയെന്ന്? ജിം അത്ഭുതത്തോടെ ചോദിച്ചു. ഫ്ലിന്റിന്റെ നിധി, ബെൻഗൺ ഒരു രഹസ്യം പോലെ പറഞ്ഞു. ഞാനത് മുഴുവൻ കണ്ടെത്തിയിട്ട് മറ്റൊരു സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റി. അവർക്കിനി അതൊരിക്കലും കണ്ടെത്താനാവില്ല. അയാൾ ചിരിക്കാൻ തുടങ്ങി. അതൊരു ഭ്രാന്തമായ ചിരിയായിരുന്നു. വർഷങ്ങളായി ഒറ്റയ്ക്ക് ജീവിച്ച ഒരു മനുഷ്യന്റെ ചിരി. നിങ്ങളെന്നെ സഹായിക്കണം, ജിം പറഞ്ഞു. എന്റെ കൂട്ടുകാർ അപകടത്തിലാണ്. ഞാൻ സഹായിക്കാം, ബെൻഗൺ പറഞ്ഞു. പകരം എന്നെ ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് നിങ്ങൾ വാക്ക് തരണം. എനിക്കെന്റെ നാട്ടിലേക്ക് തിരികെ പോകണം. എനിക്ക് ചീസ് കഴിക്കണം. അയാളൊരു കുട്ടിയെപ്പോലെ കെഞ്ചി. അപ്പോഴാണ് ദൂരെ നിന്നൊരു വെടിയൊച്ച കേട്ടത്. പിന്നെ മറ്റൊന്ന്. അതൊരു യുദ്ധം തുടങ്ങുന്നതിന്റെ സൂചനയായിരുന്നു. അവർ തുടങ്ങി, ബെൻഗൺ ഭയത്തോടെ പറഞ്ഞു. അത് പീരങ്കിയുടെ ശബ്ദമാണ്, കപ്പലിൽ നിന്ന്. നമുക്ക് കപ്പലിലേക്ക് തിരികെ പോകാം. ജിം ബോട്ടിലിറങ്ങി കാട്ടിലേക്ക് ഓടിയത് കണ്ട ഡോക്ടർ ലിവ്സി ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. എന്നാൽ അധികം വൈകാതെ കാടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഭീകരമായ അലർച്ച അവർ കേട്ടു. അത് ടോമിന്റെ മരണവെപ്രാളമായിരുന്നു. അതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയതെന്ന് ക്യാപ്റ്റൻ സ്മോളറ്റിന് മനസ്സിലായി. സിൽവർ അവന്റെ തനിനിറം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മളിനിയും ഈ കപ്പലിൽ നിന്നാൽ അവർ തിരിച്ചുവന്ന് നമ്മളെ ഒന്നൊന്നായി കൊല്ലും. നമ്മൾ കരയിലിറങ്ങണം. എങ്ങോട്ട്? സ്ക്വയർ ചോദിച്ചു. ക്യാപ്റ്റൻ ഭൂപടത്തിലേക്ക് വിരൽ ചൂണ്ടി. ഇവിടെ. ഫ്ലിൻഡി ദ്വീപിൽ ഒരു കോട്ട പണിതിട്ടുണ്ടെന്ന് ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഒരു തടി കൊണ്ടുള്ള കോട്ട, സ്റ്റോക്കേഡ്. നമുക്കവിടേക്ക് പോകാം. അവിടെയാണെങ്കിൽ നമുക്ക് പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയും. അതൊരു ധൈര്യപൂർവമായ തീരുമാനമായിരുന്നു. കപ്പലിൽ ബാക്കിയുണ്ടായിരുന്നത് സ്ക്വയറിന്റെ വിശ്വസ്തരായ 3 വേലക്കാരും ഡോക്ടറും ക്യാപ്റ്റനും പിന്നെ സ്ക്വയർ ട്രൈലോണിയും മാത്രം. കപ്പലിൽ കാവലുണ്ടായിരുന്ന സിൽവറിന്റെ ആളുകളുടെ കണ്ണുവെട്ടി അവരൊരു ചെറിയ ബോട്ടിൽ ആയുധങ്ങളും ഭക്ഷണസാധനങ്ങളും മരുന്നുകളും നിറയ്ക്കാൻ തുടങ്ങി. അവരുടെ ആദ്യത്തെ യാത്ര വിജയകരമായിരുന്നു. അവർ കോട്ട കണ്ടുപിടിച്ചു. അതൊരു കുന്നിൻ മുകളിലായിരുന്നു. ചുറ്റും തടികൊണ്ടുള്ള ഉയർന്ന മതിലുകൾ, അകത്തൊരു ചെറിയ വീടും. ആവശ്യത്തിന് വെള്ളവും അവിടെ ഉണ്ടായിരുന്നു. അവർ വീണ്ടും കപ്പലിലേക്ക് തിരിച്ചുപോയി, കൂടുതൽ സാധനങ്ങളെടുക്കാൻ. എന്നാൽ അവസാനത്തെ യാത്രയിൽ കൊള്ളക്കാരിൽ ഒരാളായ ഇസ്രയേൽ ഹാൻസ് അവരെ കണ്ടു. അവൻ കപ്പലിലുണ്ടായിരുന്ന പീരങ്കി കോട്ടയുടെ നേർക്ക് തിരിച്ചുവെച്ചു. ഒരു വലിയ ശബ്ദത്തോടെ പീരങ്കിയുണ്ട് അവരുടെ ബോട്ടിനരിന്നൂടെ പാഞ്ഞുപോയി. ബോട്ട് ഭാരം കൊണ്ട് മുങ്ങാൻ തുടങ്ങിയിരുന്നു. അവർക്ക് നീന്തി കരപറ്റേണ്ടി വന്നു. വിലപിടിപ്പുള്ള ഭക്ഷണസാധനങ്ങളും വെടിമരുന്നുകളും നഷ്ടമായി. എങ്കിലും ജീവനോടെ അവർ കോട്ടയ്ക്കുള്ളിലെത്തി. അപ്പോഴേക്കും ദ്വീപിലുണ്ടായിരുന്ന സിൽവറും കൂട്ടരും കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ക്യാപ്റ്റനും കൂട്ടരും തങ്ങളെ ചതിച്ചു കോട്ടയിൽ അഭയം തേടിയിരിക്കുന്നു. അവർ ദേഷ്യത്താൽ അലറി വിളിച്ചുകൊണ്ട് കോട്ടയെ ലക്ഷ്യമാക്കി വന്നു. കോട്ടയുടെ തടിമതിലുകൾക്ക് പിന്നിൽ ക്യാപ്റ്റൻ സ്മോളറ്റും കൂട്ടരും തോക്കുകൾ നിറച്ച് കാത്തിരുന്നു.
പുറത്ത് മരങ്ങൾക്കിടയിലൂടെ കൊള്ളക്കാർ ഓടിവരുന്നത് അവർ കണ്ടു. വെടിവെക്കരുത്, ക്യാപ്റ്റൻ ആജ്ഞാപിച്ചു. അവർ മതിലിൽ നടുക്കട്ടെ. സിൽവറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ കോട്ടയുടെ കിഴക്കുഭാഗത്തുനിന്നും മറ്റൊരു കൂട്ടം വടക്കുഭാഗത്തുനിന്നും ആക്രമിക്കാൻ തുടങ്ങി. അവർ കോട്ടയുടെ മതിലിൽ വലിഞ്ഞു കയറാൻ ശ്രമിച്ചു. ഇപ്പോൾ ക്യാപ്റ്റൻ അലറി. കോട്ടയുടെ 4 ഭാഗത്തുനിന്നും ഒരേ സമയം വെടിയൊച്ചകൾ മുഴങ്ങി. കൊള്ളക്കാരിൽ ഒരാൾ നിലത്തു വീണു. മറ്റൊരാൾക്ക് വെടികൊണ്ട് അയാൾ പിന്മാറി. എന്നാൽ ബാക്കിയുള്ളവർ വീണ്ടും മുന്നോട്ടു വന്നു. അതൊരു ഭീകരമായ യുദ്ധമായിരുന്നു. കോട്ടയ്ക്കുള്ളിൽ വെറും 7 പേർ, പുറത്ത് 15-ലധികം മറന്ന കൊള്ളക്കാർ. തോക്കുകൾ നിർത്താതെ ഗർജിച്ചു. വെടിമരുന്നിന്റെ രൂക്ഷഗന്ധം ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. സ്ക്വയറിന്റെ വേലക്കാരിലൊരാളായ ടോം റെഡ്രൂത്ത് വെടിയേറ്റു വീണു. കോട്ടയ്ക്കുവേണ്ടി ആദ്യത്തെ രക്തസാക്ഷിയായി അയാൾ മാറി. യുദ്ധം മണിക്കൂറുകളോളം നീണ്ടുനിന്നു. കൊള്ളക്കാർക്ക് കോട്ടയ്ക്കുള്ളിൽ കടക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ഭാഗത്തും കനത്ത നഷ്ടങ്ങളുണ്ടായി. ഒടുവിൽ സിൽവർ പിന്മാറ്റത്തിനുള്ള സൂചന നൽകി. അവർ പരിക്കേറ്റവരെയും കൊണ്ട് കാട്ടിലേക്ക് തിരികെയോടി. കോട്ടയ്ക്കുള്ളിൽ താൽക്കാലികമായ ഒരു സമാധാനം നിലവിൽ വന്നു. എന്നാൽ അത് കൊടുങ്കാട്ടിനു മുൻപുള്ള ശാന്തതയാണെന്ന് അവർക്കറിയാമായിരുന്നു. സ്ക്വയർ ട്രിലോണി താൻ കാരണം മരിച്ചുവീണ ടോമിന്റെ മൃതദേഹത്തിനരികെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ സ്മോളറ്റ് കോട്ടയുടെ പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള വഴികൾ ആലോചിക്കുകയായിരുന്നു. അതേസമയം കാട്ടിന്റെ മറ്റൊരു ഭാഗത്ത് ബെൻ ഗണ്ണിനോടൊപ്പം നിന്ന് ജിം ഹോക്കിൻസ് ആ വെടിയൊച്ചകൾ കേൾക്കുന്നുണ്ടായിരുന്നു. അത് കോട്ടയുടെ ദിശയിൽ നിന്നാണെന്ന് അവന് മനസ്സിലായി. തന്റെ കൂട്ടുകാർ അവിടെയുണ്ടെന്ന് അവനൊരു തോന്നലുണ്ടായി. അവൻ ബെൻ ഗണ്ണിനോട് യാത്ര പറഞ്ഞ് ശബ്ദത്തെ ലക്ഷ്യമാക്കി ഓടിത്തുടങ്ങി. അവൻ കോട്ടയ്ക്കരികിലെത്തിയപ്പോൾ കണ്ടത് ബ്രിട്ടീഷ് പതാകയായ യൂണിയൻ ജാക്ക് കോട്ടയുടെ മുകളിൽ പാറിക്കളിക്കുന്നതാണ്. ആ കാഴ്ച അവന് നൽകിയ ആശ്വാസം ചെറുതൊന്നുമായിരുന്നില്ല. അവൻ കോട്ടയുടെ പിന്നിലൂടെ പതുങ്ങി മതിലിനരികിലെത്തി. ഡോക്ടർ, സ്ക്വയർ, ഞാനാണ് ജിം, അവൻ വിളിച്ചു. അകത്തുനിന്നും ഡോക്ടർ ലിവ്സിയുടെ അത്ഭുതം നിറഞ്ഞ ശബ്ദം അവൻ കേട്ടു. ദൈവമേ, ജിം, നീ ജീവനോടെയുണ്ടോ? അവർ അവനെ അകത്തേക്ക് കയറ്റി. ജിം തന്റെ അനുഭവങ്ങൾ അവരോട് പറഞ്ഞു. ബെൻ ഗണ്ണിനെ കണ്ടുമുട്ടിയതും അയാൾ നിധി കണ്ടെത്തിയ വിവരവും. ആ വാർത്ത അവർക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. അന്നു രാത്രി കോട്ടയ്ക്ക് പുറത്ത് പൂർണ്ണ നിശബ്ദതയായിരുന്നു. കൊള്ളക്കാർ അടുത്ത ആക്രമണത്തിനായി തയ്യാറെടുക്കുകയാണെന്ന് അവർക്കറിയാമായിരുന്നു. ഉള്ളിൽ ക്ഷീണിതരായ ആ ചെറിയ സംഘം നാളത്തെ സൂര്യോദയത്തെ ഭയത്തോടെ കാത്തിരുന്നു. ആ ദ്വീപ് ഒരു നിധിയുടെ വാഗ്ദാനത്തിൽ നിന്നും ഒരു മരണക്കെണിയായി മാറുകയായിരുന്നു. ആ ദ്വീപിലെ രാത്രിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതൊരു നിശബ്ദതയായിരുന്നില്ല, മറിച്ച് ലക്ഷക്കണക്കിന് ചെറു പ്രാണികളുടെയും രാത്രിഞ്ചരന്മാരായ പക്ഷികളുടെയും ശബ്ദം കോർത്തിണക്കിയ ഒരു വലിയ ഓർക്കസ്ട്രയായിരുന്നു. എന്നാൽ കോട്ടയ്ക്കുള്ളിലിരുന്ന ആ ചെറിയ സംഘത്തിന് അത് മരണത്തിന്റെ സംഗീതം പോലെയാണ് തോന്നിയത്. പുറത്ത് മരങ്ങൾക്കിടയിലെ ഇരുട്ടിൽ ചെന്നായക്കളെപ്പോലെ പതുങ്ങിയിരിക്കുന്ന കൊള്ളക്കാരെ അവർ ഭാവനയിൽ കണ്ടു. ഉറക്കം അവരുടെ കണ്ണുകളിൽ നിന്ന് അകന്നുനിന്നു. പിറ്റേന്ന് രാവിലെ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ദ്വീപിന് സ്പർശിച്ചപ്പോൾ ഒരു വെളുത്ത കൊടിയും പിടിച്ചുകൊണ്ട് ഒരാൾ കോട്ടയെ ലക്ഷ്യമാക്കി നടന്നുവരുന്നത് അവർ കണ്ടു. അത് ലോങ് ജോൺ സിൽവർ ആയിരുന്നു. അവനൊരു സമാധാന സന്ധിക്ക് വരികയാണ്, ക്യാപ്റ്റൻ സ്മോളറ്റ് പറഞ്ഞു. പക്ഷേ അവന് വിശ്വസിക്കരുത്, ഇതൊരു പുതിയ ചതിയായിരിക്കും. സിൽവർ കോട്ടയുടെ മതിലിനരികിലെത്തി വിളിച്ചു പറഞ്ഞു. ക്യാപ്റ്റൻ സ്മോളറ്റ്, ഞാൻ സമാധാനപരമായി സംസാരിക്കാൻ വന്നതാണ്. എന്നെ അകത്തേക്ക് കടത്തിവിടാമോ? നീ എന്തിനാണിവിടെ വന്നത് സിൽവർ? ക്യാപ്റ്റൻ മതിലിനു മുകളിലൂടെ തലയിട്ട് ചോദിച്ചു. നമുക്കൊരു ഒത്തുരുപ്പിലെത്താം, സിൽവർ പറഞ്ഞു. നിങ്ങൾ ഞങ്ങൾക്ക് ആ ഭൂപടം തരിക. പകരം നിങ്ങളെ ഞങ്ങൾ അടുത്ത തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കും. അല്ലെങ്കിൽ ഈ കോട്ട ഞങ്ങൾ ആക്രമിച്ച് കീഴടക്കും. അപ്പോൾ ആരും ജീവനോടെ ഉണ്ടാവില്ല. അവന്റെ ശബ്ദത്തിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു. ക്യാപ്റ്റൻ സ്മോളറ്റ് ചിരിച്ചു. അതൊരു പുച്ഛം നിറഞ്ഞ ചിരിയായിരുന്നു. സിൽവർ, നീ കേട്ടോ, ഭൂപടം നിനക്ക് കിട്ടില്ല. 1 മണിക്കൂറിനകം നിന്റെ ആളുകളെയും കൂട്ടി കപ്പലിൽ കയറി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും. ഇതാണ് എന്റെ മറുപടി. ഇനി സംസാരിക്കാനൊന്നുമില്ല. തിരികെ പോ. സിൽവറിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ആ സൗഹൃദം നിറഞ്ഞ മുഖമൂടി പൂർണ്ണമായും അഴിഞ്ഞു വീണു. ഇതിന് നീ മറുപടി പറയേണ്ടി വരും സ്മോളറ്റ്. അയാൾ അലറിക്കൊണ്ട് തിരികെ നടന്നു. 1/2 മണിക്കൂറിനകം എന്റെ ആളുകൾ ഈ കോട്ടയുടെ മുകളിലുണ്ടാകും. അപ്പോൾ കാണാം. ക്യാപ്റ്റൻ സ്മോളറ്റ് കൂട്ടാളികളോട് പറഞ്ഞു. എല്ലാവരും തയ്യാറായിക്കോളോ, ഇത് അവസാനത്തെ പോരാട്ടമായിരിക്കും. അവർ കോട്ടയുടെ പ്രതിരോധം ഒന്നുകൂടി ഉറപ്പിച്ചു. ഓരോരുത്തർക്കും 4ഉം 5ഉം തോക്കുകൾ നിറച്ചുവച്ചു. വെടിമരുന്ന് കഴിയുന്നത്ര ലാഭിക്കാൻ അവർ തീരുമാനിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞു. കാടിന്റെ ഭാഗത്തുനിന്നും ഒരു വെടിയൊച്ച കേട്ടു.
അതായിരുന്നു ആക്രമണം തുടങ്ങാനുള്ള അവരുടെ സൂചന. അടുത്ത നിമിഷം കാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അലറിക്കൊണ്ടുള്ള ഒരു വലിയ ആൾക്കൂട്ടം കോട്ടയെ ലക്ഷ്യമാക്കി പാഞ്ഞുവന്നു. അവർ തങ്ങളുടെ കൈത്തോക്കുകളിൽ നിന്ന് നിർത്താതെ വെടിയുതിർക്കുന്നുണ്ടായിരുന്നു. താഴെ കിടക്ക്, ക്യാപ്റ്റൻ അലറി. വെടിയുണ്ടകൾ അവരുടെ തലയ്ക്ക് മുകളിലൂടെ ചീറിപ്പാഞ്ഞുപോയി. കൊള്ളക്കാർ കോട്ടയുടെ മതിലിൽ വലിഞ്ഞു കയറാൻ തുടങ്ങി. ഒരാൾ മതിലിന് മുകളിലെത്തി. എന്നാൽ പിന്നാലെ കൂടുതൽ പേർ മതിലിലേക്ക് ഇരച്ചു കയറി. അതൊരു നരകതുല്യമായ പോരാട്ടമായിരുന്നു. കോട്ടയ്ക്കുള്ളിലേക്കും പുറത്തേക്കും തോക്കുകൾ ഗർജിച്ചു. വെടിമരുന്നിന്റെ പുകയും രക്തത്തിന്റെ ഗന്ധവും മനുഷ്യരുടെ മരണവെപ്രാളവും ആ ചെറിയ സ്ഥലത്തെ ഒരു യുദ്ധക്കളമാക്കി മാറ്റി. ജിം ഹോക്കിൻസ് ആദ്യമൊന്നു ഭയന്നെങ്കിലും ഡോക്ടർ ലിവ്സി അവനൊരു കത്തിയെടുത്തു നൽകി. "നീ കോട്ടയുടെ വാതിൽ കാക്കണം, ആരും അകത്തേക്ക് കടക്കാതെ നോക്കണം." കോട്ടയ്ക്കുള്ളിലേക്ക് ചാടിവീണ കൊള്ളക്കാരെ അവർ വാളും കത്തിയും ഉപയോഗിച്ച് നേരിട്ടു. ക്യാപ്റ്റൻ സ്മോളറ്റ് ഒരു യോദ്ധാവിനെപ്പോലെ പോരാടി. അദ്ദേഹത്തിന്റെ വാൾ പലതവണ ഉയർന്നു താണു. ഡോക്ടർ ലിവ്സിയും സ്ക്വയർ ട്രിലോണിയും ഒപ്പത്തിനൊപ്പം നിന്നു. പോരാട്ടം അതിന്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ ക്യാപ്റ്റൻ സ്മോളറ്റിന്റെ വെടിയേറ്റു. ഒരു വെടിയുണ്ട അദ്ദേഹത്തിന്റെ തോളിൽ തുളച്ചുകയറി. അദ്ദേഹം നിലത്തു വീണു. എന്നാൽ അപ്പോഴേക്കും കൊള്ളക്കാരുടെ ശക്തി ക്ഷയിച്ചിരുന്നു. അവർക്ക് കനത്ത നഷ്ടങ്ങളാണുണ്ടായത്. 7 or 8 പേർ മരിച്ചു വീണിരുന്നു. ബാക്കിയുള്ളവർ പരിക്കുകളോടെ പിന്മാറാൻ തുടങ്ങി. സിൽവർ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഭയന്നോടി അവരെ തടയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. യുദ്ധം അവസാനിച്ചപ്പോൾ കോട്ടയ്ക്കുള്ളിൽ അവശേഷിച്ചത് ചോരയിൽ കുളിച്ചുകിടക്കുന്ന ഏതാനും ശരീരങ്ങൾ മാത്രമായിരുന്നു. അവരുടെ ഭാഗത്ത് സ്ക്വയറിന്റെ വിശ്വസ്തനായ വേലക്കാരൻ ജോയ്സ് കൊല്ലപ്പെട്ടിരുന്നു. ക്യാപ്റ്റന് ഗുരുതരമായ പരിക്കേറ്റു. അവർ വിജയിച്ചിരുന്നു, പക്ഷേ അതൊരു വലിയ വില കൊടുത്തുകൊണ്ടുള്ള വിജയമായിരുന്നു. കോട്ടയ്ക്കുള്ളിൽ ഇപ്പോൾ 5 പേർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഡോക്ടർ ലിവ്സി ക്യാപ്റ്റന്റെ മുറിവ് വെച്ച് കെട്ടുന്നതിൽ മുഴുകി. ആ തക്കം നോക്കി ജിം ഹോക്കിൻസിന്റെ മനസ്സിൽ മറ്റൊരു സാഹസികമായ ചിന്തയുദിച്ചു. ആരുമറിയാതെ കോട്ടയിൽ നിന്ന് പുറത്തുകടന്ന് കപ്പലിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കുക. അതൊരു ഭ്രാന്തമായ ആശയമായിരുന്നു, പക്ഷേ ആ നിമിഷം അതവന് ശരിയാണെന്ന് തോന്നി. അവൻ ആരുമറിയാതെ മതിലിന്റെ കിഴക്കുഭാഗത്തുകൂടി പുറത്തിറങ്ങി. എന്നിട്ട് കാട്ടിലൂടെ ബെൻ ഗൺ ഒളിച്ചുവച്ചിരുന്ന ഒരു ചെറിയ ബോട്ട് ലക്ഷ്യമാക്കി ഓടി. അതൊരു തുകൽ കൊണ്ടുണ്ടാക്കിയ ഒരാൾക്ക് കഷ്ടിച്ചിരിക്കാവുന്ന ഒരു ബോട്ടായിരുന്നു. രാത്രിയുടെ മറവിൽ ആ ചെറിയ ബോട്ടിൽ അവൻ ഹിസ്പാനിയോളയെ ലക്ഷ്യമാക്കി തുഴഞ്ഞു. കപ്പലിൽ അപ്പോഴും 2 കൊള്ളക്കാർ കാവലുണ്ടായിരുന്നു, ഇസ്രയേൽ ഹാൻസും മറ്റൊരാളും. അവർ മദ്യപിച്ച് ലക്കുകെട്ട് പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജിം ശബ്ദമുണ്ടാക്കാതെ കപ്പലിന്റെ നങ്കൂരമിട്ടിരുന്ന കയർ മുറിച്ചുമാറ്റി. കപ്പൽ കാറ്റിന്റെ ഗതിയനുസരിച്ച് മെല്ലെ ഒഴുകി നീങ്ങാൻ തുടങ്ങി. കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ഇസ്രയേൽ ഹാൻസ് പരിഭ്രാന്തനായി. അപ്പോഴാണ് അവൻ ബോട്ടിലിരിക്കുന്ന ജിമ്മിനെ കണ്ടത്. അവൻ ജിമ്മിനെ ഭീഷണിപ്പെടുത്തി കപ്പലിലേക്ക് കയറ്റി. എന്നിട്ട് കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. ജിം ഒരു പഴയ നാവികനെപ്പോലെ കപ്പൽ നിയന്ത്രിച്ച് ദ്വീപിന്റെ വടക്കുഭാഗത്തുള്ള ഒരു ഉൾക്കടലിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇസ്രായേൽ ഹാൻസ് അവനെ ചതിക്കാനൊരുങ്ങുകയായിരുന്നു. അവൻ കയ്യിൽ കരുതിയിരുന്ന ഒരു കഠാര ജിമ്മിന്റെ നേരെ എറിഞ്ഞു. ജിം പെട്ടെന്നൊഴിഞ്ഞു മാറിയതുകൊണ്ട് ആ കഠാര അവന്റെ പോളിലാണ് തറച്ചത്. അതേസമയം തന്നെ ജിം തന്റെ കയ്യിലിരുന്ന 2 പിസ്റ്റളുകളിൽ നിന്നും വെടിയുതിർത്തു. വെടിയുണ്ടയേറ്റ ഇസ്രായേൽ ഹാൻസ് ഒരു ഭീകരമായ അലർച്ചയോടെ കടലിലേക്ക് വീണു. തോളിലെ മുറിവിന്റെ വേദന സഹിച്ച് ജിം കപ്പൽ ആരും കാണാത്തൊരു തീലത്തടുപ്പിച്ചു. അവൻ വിജയിച്ചിരിക്കുന്നു. ഹിസ്പാനിയോള ഇപ്പോൾ അവന്റെ നിയന്ത്രണത്തിലാണ്. ക്ഷീണിതനായി രക്തം വാർന്നുകൊണ്ട് അവൻ തിരികെ കോട്ടയിലേക്ക് നടന്നു. രാത്രിയുടെ ഇരുട്ടിൽ അവൻ കോട്ടയ്ക്കുള്ളിലേക്ക് ചാടിക്കടന്നു. എന്നാൽ അവനെ കാത്തിരുന്നത് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. കോട്ടയ്ക്കുള്ളിൽ തീ കത്തുന്നുണ്ടായിരുന്നു. അതിനു ചുറ്റുമിരിക്കുന്നത് ഡോക്ടറോ സ്ക്വയറോ ആയിരുന്നില്ല, മറിച്ച് ലോങ് ജോൺ സിൽവറും അവന്റെ അവശേഷിച്ച 6 കൂട്ടാളികളുമായിരുന്നു. കോട്ട കൊള്ളക്കാരുടെ കയ്യിലായിരിക്കുന്നു. ജിം ഹോക്കിൻസ് സിൽവറിന്റെ തോളിലിരുന്ന തത്ത അലറി. അവനൊരു പുതിയ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നു. ഇത്തവണ അവനെ രക്ഷിക്കാൻ ആരുമില്ലായിരുന്നു. ഇരുട്ടിന്റെ മറവിൽ തോളിലെ മുറിവിന്റെ വേദന കടിച്ചമർത്തി വിജയഭാവത്തോടെ കോട്ടയ്ക്കുള്ളിലേക്ക് കാലെടുത്തുവെച്ച ജിം ഹോക്കിൻസ് ഒരു നിമിഷം തറഞ്ഞുനിന്നു. ആ കാഴ്ചയെ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കോട്ടയ്ക്കുള്ളിലെ തീഗുണ്ടത്തിനു ചുറ്റുമിരിക്കുന്നത് തന്റെ കൂട്ടുകാരല്ല, മറിച്ച് ലോങ് ജോൺ സിൽവറും അവശേഷിച്ച 6 കൊള്ളക്കാരുമാണ്. ഇത്തവണ അവനെ രക്ഷിക്കാൻ ആരുമില്ലായിരുന്നു. ഇരുട്ടിന്റെ മറവിൽ
തോളിലെ മുറിവിന്റെ വേദന കടിച്ചമർത്തി വിജയഭാവത്തോടെ കോട്ടയ്ക്കുള്ളിലേക്ക് കാലെടുത്തുവെച്ച ജിം ഹോക്കിൻസ് ഒരു നിമിഷം തറഞ്ഞു നിന്നു. ആ കാഴ്ചയെ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കോട്ടയ്ക്കുള്ളിലെ തീഗുണ്ടത്തിനു ചുറ്റുമിരിക്കുന്നത് തന്റെ കൂട്ടുകാരല്ല, മറിച്ച് ലോങ് ജോൺ സിൽവറും അവശേഷിച്ച 6 കൊള്ളക്കാരുമാണ്. കോട്ട വീണിരിക്കുന്നു. അവൻ പ്രതീക്ഷയുടെ ഒരു ലോകത്തുനിന്നും വീണ്ടും നിരാശയുടെ അഗാധമായ ഗർത്തത്തിലേക്ക് പതിക്കുകയായിരുന്നു. ജിം ഹോക്കിൻസ് ഇവിടെയുണ്ടല്ലോ, സിൽവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചിരിയിൽ പഴയ സൗഹൃദത്തിന്റെ നേർത്ത കണിക പോലുമുണ്ടായിരുന്നില്ല. അതൊരു വിജയിയുടെ പുച്ഛകുനിറഞ്ഞ ചിരിയായിരുന്നു. നീ എവിടെയായിരുന്നു മോനെ? നിന്നെ ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു. കൊള്ളക്കാർ അവനെ പിടിക്കാൻ അടുത്തേക്ക് വന്നു. എന്നാൽ സിൽവർ അവരെ തടഞ്ഞു. അവനെ ആരും തൊട്ടുപോകരുത്. ഇവനെപ്പോലെ ധൈര്യശാലിയായ ഒരു കുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സിൽവറിന്റെ പെരുമാറ്റം ജിമ്മിന് മനസ്സിലായില്ല. എന്തിനാണ് അയാൾ തന്റെ സംരക്ഷിക്കുന്നത്? ഡോക്ടറും മറ്റുള്ളവരും എവിടെ? ജിം ചോദിച്ചു. അവർ പോയി, സിൽവർ പറഞ്ഞു. അവർ ഞങ്ങളുമായി ഒരു സന്ധിയുണ്ടാക്കി. അവർ ഞങ്ങൾക്ക് ഈ കോട്ടയും ഭൂപടവും നൽകി. പകരം അവരെ ജീവനോടെ പോകാൻ ഞങ്ങൾ അനുവദിച്ചു. ഇപ്പോൾ ഈ ദ്വീപിന്റെയും ആ നിധിയുടെയും അവകാശികൾ നമ്മളാണ് ജിം. അതൊരു നുണയാണെന്ന് ജിമ്മിന് തോന്നി. ഡോക്ടർ ലിഫ്സി അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കുന്ന ആളല്ല. എന്തോ ഒരു ചതി ഇതിന് പിന്നിലുണ്ട്. അന്നു രാത്രി ജിം കൊള്ളക്കാരുടെ തടവുകാരനായി ആ കോട്ടയിൽ കഴിഞ്ഞു. കൊള്ളക്കാർക്കിടയിൽ അസ്വസ്ഥതകൾ പുകഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ ഒരുപാട് പേർ മരിച്ചു. നിധിയാണെങ്കിലും ഇതുവരെ കിട്ടിയതുമില്ല. ജിമ്മിലെ ജീവനോടെ വെച്ചതിൽ അവർക്ക് സിൽവറിനോട് ദേഷ്യമുണ്ടായിരുന്നു. അവർ സിൽവറിനെതിരെ തിരിയാൻ തീരുമാനിച്ചു. അവർ അയാൾക്ക് കറുത്ത അടയാളം അഥവാ ബ്ലാക്ക് സ്പോട്ട് നൽകി. ഒരു പുസ്തകത്തിന്റെ താളിൽ കരികൊണ്ട് വരച്ച ഒരു കറുത്ത വട്ടം. അത് മരണത്തിന്റെ വാറണ്ടായിരുന്നു. എന്നാൽ സിൽവർ ഭയന്നില്ല. അയാൾ അവരോട് ധൈര്യപൂർവ്വം സംസാരിച്ചു. നിങ്ങൾ വിഡ്ഢികളാണ്. ഡോക്ടർ ലിഫ്സി നമുക്ക് ഭൂപടം തന്നത് വെറുതെയല്ല. അതിനു പിന്നിലൊരു കാരണമുണ്ട്. മാത്രമല്ല, കപ്പൽ എവിടെയാണെന്ന് നമുക്കറിയില്ല. ജിം ഹോക്കിൻസിനെ നമുക്ക് ആവശ്യമുണ്ട്. അവനൊരു ബന്ധിയാണ്. അവനെ ഉപയോഗിച്ച് നമുക്ക് ഡോക്ടറുമായി വിലപേശാം. സിൽവറിന്റെ വാക്കുകൾക്ക് മുന്നിൽ കൊള്ളക്കാർക്ക് ഉത്തരം മുട്ടി. മാത്രമല്ല, സിൽവറിന്റെ കൈയിൽ യഥാർത്ഥ ഭൂപടമുണ്ടായിരുന്നു. അതോടെ അവർ വീണ്ടും അവന്റെ നേതൃത്വം അംഗീകരിച്ചു. പിറ്റേന്ന് മോർണിംഗ് ഡോക്ടർ ലിഫ്സി കോട്ടയിലേക്ക് വന്നു. കൊള്ളക്കാരിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാനെന്ന വ്യാജനയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം ജിമ്മിനെ തനിച്ചു കണ്ടപ്പോൾ രഹസ്യമായി പറഞ്ഞു, ജിം, നീ ധൈര്യമായിരിക്കുക. കപ്പൽ നീ മാറ്റിയത് വളരെ നന്നായി. ഇപ്പോൾ അവർക്ക് ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഡോക്ടറുടെ വാക്കുകൾ ജിമ്മിന് ആശ്വാസം നൽകി. ഡോക്ടർ എന്തോ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നവന് മനസ്സിലായി. അന്നുച്ചതിരിഞ്ഞ് സിൽവറും കൊള്ളക്കാരും ജിമ്മിനെയും കൂട്ടി നിധി തേടി യാത്രയായി. ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ സ്ഥലം ലക്ഷ്യമാക്കി അവർ കുന്നുകയറി. അവരുടെ ചുമലിൽ മൺവെട്ടികളും പിക്കാസുകളും ഉണ്ടായിരുന്നു. അവരുടെ കണ്ണുകളിൽ ആർത്തിയുടെ തിളക്കമുണ്ടായിരുന്നു. അവർ ഭൂപടത്തിൽ പറഞ്ഞിരുന്ന ആ വലിയ മരത്തിനരികിലെത്തി. അവിടെ ഒരു മനുഷ്യന്റെ അസ്ഥികൂടം കിടക്കുന്നുണ്ടായിരുന്നു. അത് നേരെ നിധിയുടെ ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലായിരുന്നു വച്ചിരുന്നത്. അത് ഫ്ലിന്റിന്റെ ക്രൂരതയുടെ അടയാളങ്ങളിലൊന്നായിരുന്നു. അവർ ആ ദിശയിലേക്ക് നടന്നു. ഒടുവിൽ അവർ ആ സ്ഥലം കണ്ടെത്തി. ഒരു വലിയ കുഴി. അതിലൊരു മൺവെട്ടിയുടെ ഒടിഞ്ഞ കഷ്ണം കിടക്കുന്നു. മറ്റൊന്നുമില്ല. നിധി ആരോ നേരത്തെ തന്നെ കൊണ്ടുപോയിരിക്കുന്നു. ദൈവമേ, കൊള്ളക്കാർ അലറി, നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ മുഖത്ത് നിരാശയും ദേഷ്യവും നിറഞ്ഞു. അവർ സിൽവറിനും ജിമ്മിനും നേരെ തിരിഞ്ഞു. ഇതെല്ലാം നിങ്ങളുടെ ചതിയാണ്, ഒരാൾ അലറി. അവർ ജിമ്മിനെ ആക്രമിക്കാൻ ഒരുങ്ങിയതും കാടിന്റെ ഉള്ളിൽ നിന്നൊരു വെടിയൊച്ച മുഴങ്ങി. കൊള്ളക്കാരിൽ ഒരാൾ നിലത്തു വീണു. പിന്നാലെ ഡോക്ടർ ലിവ്സിയും സ്ക്വയറും ബെൻ ഗണ്ണും തോക്കുകളുമായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതൊരു കെണിയായിരുന്നു. നിധി അവിടെയില്ലെന്ന് ഡോക്ടർക്ക് നേരത്തെ അറിയാമായിരുന്നു. ബെൻ ഗണ്ണാണ് ആ നിധി മുഴുവൻ കണ്ടെത്തി തന്റെ ഗുഹയിലേക്ക് മാറ്റിയതെന്ന് ഡോക്ടർ മനസ്സിലാക്കിയിരുന്നു. കൊള്ളക്കാരെ ഈ സ്ഥലത്തേക്ക് എത്തിച്ച് അവരെ ഒന്നടങ്കം കീഴടക്കുക എന്നതായിരുന്നു ഡോക്ടറുടെ പദ്ധതി. ബാക്കിയുണ്ടായിരുന്ന കൊള്ളക്കാർ ഭയന്ന് ഓടി. സിൽവർ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. അവൻ പതുക്കെ തന്റെ തോക്ക് താഴെയിട്ട് കീഴടങ്ങി. അവൻ ഡോക്ടറുടെ പക്ഷത്തേക്ക് കൂറുമാറി. അവർ ബെൻ ഗണ്ണിന്റെ ഗുഹയിലേക്ക് പോയി. അതൊരു വലിയ ഗുഹയായിരുന്നു. അതിനുള്ളിൽ സ്വർണ്ണനാണയങ്ങൾ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള നാണയങ്ങൾ, സ്വർണ്ണക്കട്ടികൾ, രത്നങ്ങൾ. ജിമ്മിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. വർഷങ്ങളായി ഒരുപാട് മനുഷ്യരുടെ മരണത്തിനും ചതിക്കും ക്രൂരതകൾക്കും കാരണമായ ആ നിധി ഒടുവിൽ അവരുടെ മുന്നിൽ. അടുത്ത കുറച്ചു ദിവസങ്ങൾ കൊണ്ട് അവർ ആ നിധി മുഴുവൻ കപ്പലിലേക്ക് മാറ്റി. ദ്വീപിൽ ഉപേക്ഷിക്കപ്പെട്ട 3 കൊള്ളക്കാർക്ക് കുറച്ചു ഭക്ഷണവും നൽകി അവർ ഹിസ്പാനിയോളയിൽ സ്വദേശത്തേക്ക് യാത്ര തിരിച്ചു.
യാത്രയ്ക്കിടയിൽ ഒരു ദിവസം രാത്രി ലോങ് ജോൺ സിൽവർ ഒരു ബോട്ടിൽ കുറച്ചു സ്വർണവുമായി ആരുമറിയാതെ കടന്നുകടഞ്ഞു. ആരും അവനെ തടഞ്ഞില്ല. ഒരുപക്ഷേ അതൊരു നിശബ്ദമായ ധാരണയുടെ പുറത്തായിരിക്കാം. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഹിസ്പാനിയോള ബ്രിസ്റ്റോൾ തുറമുഖത്ത് തിരിച്ചെത്തി. ജിം ഹോക്കിൻസ് ഒരു ഹീറോയെപ്പോലെയാണ് മടങ്ങിവന്നത്. അവൻ തന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. നിധി അവർ പങ്കുവച്ചു. ബെൻഗണ്ണിന് നല്ലൊരു പങ്കുകിട്ടി. പക്ഷെ അയാൾ ആ പണമെല്ലാം കുറച്ചു ദിവസങ്ങൾ കൊണ്ട് ധൂർത്തടിച്ചു വീണ്ടും ഒരു യാചകനായി മാറി. ക്യാപ്റ്റൻ സ്മോലറ്റ് കപ്പലോട്ടത്തിൽ നിന്ന് വിരമിച്ചു വിശ്രമജീവിതം നയിച്ചു. ജിം ഹോക്കിൻസ് ആകട്ടെ തനിക്ക് കിട്ടിയ പണം കൊണ്ട് അമ്മയോടൊപ്പം സന്തോഷമായി ജീവിച്ചു. എങ്കിലും ചില രാത്രികളിൽ അവൻ ആ ദ്വീപിനെക്കുറിച്ച് സ്വപ്നം കാണും. തിരമാലകളുടെ ശബ്ദവും പീസസ് ഓഫ് എയ്റ്റ് നലറുന്ന തത്തയുടെ ശബ്ദവും അവന്റെ കാതുകളിൽ മുഴങ്ങും. ആ നിധിദ്വീപിലേക്ക് ഇനിയൊരു യാത്രയില്ലെന്ന് അവൻ സ്വയം ഉറപ്പിച്ചു. കാരണം ലോകത്തിലെ ഒരു നിധിക്കും സമാധാനപരമായ ഒരു ജീവിതത്തേക്കാൾ വിലയില്ലെന്നവൻ പഠിച്ചിരുന്നു. ആ പഴയ കടൽക്കഥ ഇവിടെ അവസാനിക്കുകയാണ്. ജിം ഹോക്കിൻസിന്റെ സാഹസികമായ ആ യാത്ര ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഉള്ളിലെവിടെയോ ഉറങ്ങിക്കിടക്കുന്ന സാഹസികന്റെ കഥ കൂടിയായിരിക്കാം. ഭയവും ധൈര്യവും ചതിയും വിശ്വസ്തതയും എല്ലാം നിറഞ്ഞ ഒരു ലോകം. ഇപ്പോൾ ഈ കഥയുടെ തിരമാലകൾ അടങ്ങിയിരിക്കുന്നു. പുറത്തെ ലോകം ശാന്തമാണ്. നിങ്ങളുടെ മനസ്സും ശാന്തമാകട്ടെ. ഈ രാത്രി നിങ്ങൾക്ക് നല്ല ഉറക്കം നൽകട്ടെ. ഇനി അടുത്തൊരു കഥയുടെ തീരത്ത് കാണുന്നവരെ ശുഭരാത്രി.